Good morning, all of you. Clear ആണോ സാറേ? ക്ലിയർ ആണ് സാർ. Okay, thank you. Anyway, very happy and lovely morning. Once again, I really thank you for this wonderful. Okay, clear. Echo clear ആയി എന്ന് പറയുന്നു. Okay, thank you. For this wonderful invitation by Shamira Madam from Tuvakad area, Putanathani. She is one of very powerful iron lady of my team, and really congratulate for this wonderful invitation, and also I bless all the very best for the future, and also I hope she will create wonders in Successbury Global and MI Lifestyle. So once again thank you my great leader. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ വണ്ടർഫുൾ മോർണിംഗ് സെഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഹൈ ഫ്ലയേഴ്സ് എന്ന പേരിൽ നമുക്ക് എന്നും അതിരാവിലെ ഈ ഒരു മഹത്തായ പ്രോജക്റ്റ് നമ്മുടെ ലൈഫിനെ തന്നെ പിക്ചർ മാറ്റാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വലിയ സിനാരിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പറ്റുന്ന ഒരു വലിയ നാന്ദി കുറിച്ച സക്സസ്ബറി ഗ്ലോബൽ എന്ന ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന പവർഫുൾ ടീമിൻ്റെ ഹെഡാകുന്ന ഫൗണ്ടർ ഫാമിലിക്ക് വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഗ്രേറ്റ് മനോജ് സാർ, ലത മാഡം, ആൻഡ് എസ്പെഷ്യലി എന്നെ ഈ മഹത്തായ ബിസിനസ്സിലേക്ക് കൈപിടിച്ചെത്തിച്ച ഈ വിളക്ക് എൻ്റെ കയ്യിൽ എന്താൻ എന്നെ സഹായിച്ച ഗ്രേറ്റ് സ്പോൺസർ, മെൻറ്റർ, മൈ പവർഫുൾ energy, great Shoaib sir, and entire my leaders and success partners, and especially my great team that I call them Trillanes Academy, and also my great love lines and my great supporters and well-wishers of this great Successbury Global. I welcome all of you in this wonderful session. ചെറിയൊരു സ്ലൈഡ് ക്രിയേഷൻ നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ സ്ലൈഡ് ചില ടെക്നിക്കൽ ഇഷ്യൂസിൽ വർക്കിംഗ് വരുന്നില്ല. സോ സോറി. നമുക്ക് പല സബ്ജക്റ്റുകൾ ചർച്ച ചെയ്യാണ്ട് ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു സക്സസ് ഫോർമുല ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ എന്തായാലും ഈ മഹത്തായ ദിനത്തിൽ നിങ്ങളൊക്കെ ഒരിക്കൽ കൂടി കാണാനായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, ആൻഡ് താങ്ക് ഗോഡ് ഫോർ ദിസ് വണ്ടർഫുൾ കൈൻഡ് ഓഫ് ബ്ലെസ്സിങ്. ഈ ലോകത്തിൻ്റെ തന്നെ പിക്ചർ മാറ്റാവുന്ന പ്രൊജക്റ്റിൻ്റെ പാർട്ടാവാനും അതേപോലെ തന്നെ വലിയ വിജയങ്ങൾ കോടിക്കണക്കിന് ആളുകൾക്ക് സംവദിക്കാൻ പറ്റുന്ന ഒരു വലിയ മിഷൻ്റെ പാർട്ടാകാനും പറ്റിയതിൽ ഞാൻ ഒരുപാട് കൃതാർത്ഥനാണ്, നന്ദിയുള്ളവനാണ്. സോ സീരിയസ്ലി നമ്മളൊക്കെ ചിന്തിക്കാനുള്ളതും ഇത് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ വരിയിൽ തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ്. സോ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രധാനപ്പെട്ട 5 സക്സസ് ഫോർമുല ഫോർ ദീസ് ഡയറക്റ്റ് സെല്ലേഴ്സ്. നമ്മളെപ്പോലെയുള്ള ടോട്ടൽ ബിസിനസ്സിന് വേണ്ട തന്നെയാണ്, പക്ഷേ പ്രധാനപ്പെട്ട 5 സക്സസ് ഫോർമുല പറയുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് വൺ, ആസ് യു നോ, നമ്മളുടെയൊക്കെ ഈ ബിസിനസ്സിനകത്ത് ആദ്യം വേണ്ട നമ്പർ 1 ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മൈൻഡ് സെറ്റാണ്. എന്താണ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ? മൈൻഡ് ഉണ്ട്, പക്ഷേ സംഗതി സെറ്റല്ല. അതാണ് ആദ്യത്തെ പ്രശ്നം. സോ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് എന്താണ്? സെറ്റായൊരു മൈൻഡ് ഉണ്ടാക്കുക. അപ്പോൾ മൈൻഡ് സെറ്റായിക്കോളും. ഇപ്പോൾ നമുക്ക് നല്ല മൈൻഡുകളുണ്ട്, പക്ഷേ മൈൻഡ് സെറ്റല്ല. എന്താണ് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ESൽ നിന്ന് BIയിലേക്ക് മാറുകയാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മളൊക്കെ ഇൻകം പ്ലാൻ കൊടുക്കുന്ന സമയത്ത് ESB ഒക്കെ പണ്ട് വരച്ചിരുന്നു, ഇപ്പോൾ വരക്കുന്നുണ്ടോ എന്ന് അറിയില്ല. എന്നാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ BI കാറ്റഗറിയിലേക്ക് മാറിയ സമയത്ത് നമ്മളുടെ മൈൻഡ് സെറ്റ് BIയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. നമ്മളപ്പോഴും ജോലിക്കാരൻ, കൂലിക്കാരൻ ആ ഒരു കൺസെപ്റ്റിനകത്തേ ഉണ്ടാകത്തുള്ളൂ. കാര്യം എന്താണ്? ആക്ച്വലി എന്താ പറയുക, ഒരു ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, പേഴ്സണാലിറ്റിയിൽ നമ്മൾ എന്തെല്ലാമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടാവും, ഇത് നമ്മൾ ആദ്യം പഠിക്കേണ്ടതുണ്ട്. നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് മൈൻഡ് സെറ്റിനെ നമ്മൾ മാറ്റിയിട്ട് ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അല്ലാതെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്താതെ ചില ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ നമ്മളിൽ ബിസിനസ് സെറ്റാവണമെന്ന് നമുക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൈൻഡ് സെറ്റ് ബിസിനസ് ആവുക എന്ന് തന്നെയാണ്. ഈ ബിസിനസ് ആകുന്ന സമയത്ത് ഹു ഈസ് ദ റിയൽ ബിസിനസ് മാൻ? അതിനു മുന്നേ ആരാണ് എന്താണ് ബിസിനസ്? ബിസിനസ് എന്നതിന് പല വിവക്ഷ നടത്തി നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സൊല്യൂഷൻ, ഇറ്റ്സ് എ സർവീസ്, ആൻഡ് ഇറ്റ്സ് എ ഹോളി സർവീസ്. എന്ത് പേരിലും വിളിക്കാം. പക്ഷെ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നീഡ്സ് വേഴ്സസ് സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ ബിസിനസ്സിനെ വിളിക്കാം. നീഡും സൊല്യൂഷനും തമ്മിലുള്ള കണ്ടുമുട്ടലാണ്, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു സമരസപ്പെട്ട പ്രോസസ്സിങ്ങിൻ്റെ പേരാണ് ബിസിനസ് എന്ന് പറയുന്നത്. ലോകത്ത് എന്തോ ഒരു വസ്തു നീഡുണ്ട്. ആ നീഡുള്ള വസ്തുവിൻ്റെ സൊല്യൂഷൻ, അതല്ലെങ്കിൽ ആ നീഡ് നമ്മളെ കയ്യിലുണ്ട്, നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും സംവദിച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ സാമ്രാജ്യത്തിന് ജന്മം കൊണ്ടുവന്നതാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ഈ ലോകത്ത് എന്താണോ ഏറ്റവും ബെസ്റ്റ് നീഡ്, ദാറ്റ് മേ ബി ദ ബെസ്റ്റ് സൊല്യൂഷൻ, ആൻഡ് ദ ബെസ്റ്റ് സൊല്യൂഷൻ വിൽ ബി ദ ബെസ്റ്റ് ബിസിനസ്. അപ്പോൾ നമ്മളെ കൈക്കലുള്ള വസ്തു എന്താണ്? ഇന്ന് ലോകത്തെ ഏറ്റവും ആവശ്യമുള്ള വസ്തുവാണോ? ആണല്ലോ. കാര്യം ഇന്ന് ലോകത്തെ ഏറ്റവും ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുവാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക,
ഇൻകം, വരുമാന മാർഗം, ജീവിത മാർഗം, ലിവ്ലിഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ സീരിയസ്ലി ഇന്ന് നമ്മുടെ കൈക്കുള്ള വസ്തുവിൻ്റെ വലുപ്പത്തെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നമുക്ക് 100% എന്താണ് സക്സസ് ഉറപ്പാണ്. പക്ഷേ നമുക്ക് എന്ത് മനസ്സിലായില്ല, ഇൻകം പ്ലാൻ അറിയുക, കാര്യങ്ങളറിയുക. നമ്മുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സാറേ എനിക്ക് ഇൻകം പ്ലാൻ അറിയാലോ, അപ്പോൾ എനിക്ക് ബിസിനസ് അറിയാലോ, എനിക്ക് പ്രൊഡക്ട്സിൻ്റെ മുഴുവൻ പേര് അറിയാലോ, അപ്പോൾ എനിക്ക് ബിസിനസ് അറിയാലോ, ഞാൻ MC ആയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇത്ര ആൾക്ക് പ്ലാൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഇത്ര ക്ലോസിങ് നടത്തിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ ബിസിനസ് പഠിച്ചല്ലോ. നെവർ എവർ. നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ 100% സെറ്റായി വരാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം. അതിൻ്റേതായ ഒരു സമയം എടുത്തേക്കാം. നമുക്ക് ഇൻകം പ്ലാൻ പഠിച്ചാൽ നമ്മളെ മൈൻഡ് സെറ്റ് ബിസിനസ്സിലായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അത് ഒരു പക്ഷേ നമുക്ക് വീണ്ടും അന്വേഷിച്ച് പോകുമ്പോഴേ തിരികെ മനസ്സിലാകുന്നുണ്ടാവുള്ളൂ. സോ സീരിയസ്ലി എന്താണ് ബിസിനസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ ആലോചിച്ച് നോക്കുക. യൂസുഫ് അലി സാറോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്നാണ് സാറ് റിട്ടയർമെൻറ്റ് നടത്തുന്നത്? അതിന് അദ്ദേഹം നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ റിട്ടയർമെൻറ്റ് എന്നുള്ളതാണ്. അതായത് ഇതിനകത്തുനിന്ന് എന്തിനാണ് ഞാൻ റിട്ടയർ ആവേണ്ട ആവശ്യം? ആക്ച്വലി നിങ്ങൾ ശരിക്കും ചിന്തിച്ച് നോക്കുക. റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റ് നമുക്ക് ആവശ്യമായി വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് എന്താ പറയുക, ഈ ബിസിനസ്സിനകത്ത് എന്തുണ്ടെങ്കിലാണ് റിട്ടയർമെൻറ്റ് വരിക? ഒന്നുകിൽ മടുപ്പ് വരണം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാതിരിക്കണം, അതല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് അതിനെ ചലഞ്ചിങ് ആയിരിക്കുന്ന ഒരു റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടയർമെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. യൂസുഫ് അലി സാറെ പോലെയുള്ള ആളുകൾ, അതല്ലെങ്കിൽ വലിയ ബിസിനസ് ടൈക്കൂൺസ് ആവട്ടെ, ആന്ത്രോപ്രിസ്റ്റ് ആവട്ടെ, ഇങ്ങനെ ആരൊക്കെയാണോ ഈ ലോകം ശരിക്കും തിരിച്ചറിഞ്ഞത്, അവർ ശരിക്കും ചെയ്യുന്നത് ജനലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവിക്കാനുള്ളൊരു ഉപാധി തന്നിലൂടെ ഉണ്ടാകുന്നു എന്ന സത്യം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് ഈ പുണ്യമാസം റമദാനിൽ പോലും നമ്മൾ ചിന്തിക്കാനുള്ളത്. ഒരു പക്ഷേ നമ്മുടെ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ തന്നെ, നമ്മൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നൊരു പ്രവാചക വാക്യമുണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, അതിൻ്റേതായിരിക്കുന്ന ആളുകളുടെ പണ്ഡിതന്മാരുടെ വചനങ്ങളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അവർ പറയുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ആ ഭക്ഷണം എന്നുള്ളതല്ല പ്രവാചകൻ സൂചിപ്പിച്ചിട്ടുണ്ടാകുന്നത്. ആരെല്ലാമൊക്കെയാണോ ഭക്ഷണത്തിൻ്റെ ഉപാധികളില്ലാതെ നിൽക്കുന്നു, ആ സമയത്ത് അയൽവാസിൻ്റെയൊക്കെ അതിൻ്റെ ഉപാധി ഉണ്ടെങ്കിൽ അത് പറയാത്തവനും നമ്മിൽപ്പെട്ടവനല്ല. ഇറ്റ് മീൻസ് നമ്മുടെ യഥാർത്ഥ വിശ്വാസിയല്ല. ഒന്നുകൂടി നന്നാക്കി പറഞ്ഞാൽ, അയൽവാസിക്ക് പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗമില്ല, എന്നാൽ തൊട്ട് ഇങ്ങേപ്പുറത്തെ അയൽവാസിക്ക് മൈ ലൈഫ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മിൽപ്പെട്ടവനല്ല. ആ തലത്തിലൊക്കെ നമുക്ക് വായിച്ചെടുക്കാം. നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഒന്നേ ഉള്ളൂ, നമ്മളെ കൈക്കിലുള്ള ഉപാധി അത് ദൈവം നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു സമൂഹത്തിന് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് സംഖ്യയാണെങ്കിലും ശരി, എന്ത് അനുഗ്രഹമാണെങ്കിലും ശരി, ദൈവം പറയുന്ന വാക്ക് ലൈൻ ശക്കർത്തും ലാസി തന്നക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ നന്ദി ചെയ്താൽ കൂടുതൽ തരാമെന്നാണ്. സോ ദൈവം നമുക്കൊരു അനുഗ്രഹം തന്നാൽ അതിൻ്റെ നന്ദി എന്താണ്? ആ അനുഗ്രഹം ആരുതാണോ അയാൾക്ക് കൊടുക്കണം. ഫുള്ള് നമ്മളുതല്ല. നമ്മളൊക്കെ സംഖ്യ തന്നാൽ പോലും അത് നമ്മളുതല്ല മുഴുവൻ. അത് ആർക്കെയോ അവകാശികൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മളൊക്കെ സപ്ലയറായിട്ട് തന്നതാണ്. നമുക്ക് വേണ്ടിയുള്ളത് നമുക്ക് എടുക്കാം, ഒരു സംശയമല്ല. നമ്മുടെ സ്വപ്നത്തിനോ ആഗ്രഹത്തിനോ വേണ്ടിയുള്ളതൊക്കെ എടുക്കാം. പക്ഷേ എന്നാലും ഒരു നിശ്ചിത വിഹിതം നമ്മളുടെ സമൂഹത്തിനുള്ളതാണ്, രാജ്യത്തിനുള്ളതാണ്, ഈ ലോകത്തിനുള്ളതാണ്. ഈ ഒരു നന്മയിലേക്ക് നമ്മൾ മാറുമ്പോൾ, ഈ ബിസിനസ്സിനെ ആസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കുക, നമ്മൾ എന്തിനാണ് ഒരു വ്യക്തിയുടെ അടുത്ത് പോകുന്നത്? അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാനാണ്. നേരെ മറിച്ച് നമ്മൾ വെറും ബിസിനസ്സിൻ്റെ ക്ലോസിങ്ങിന് മാത്രം പോയാൽ നമുക്കത് പെയിൻഫുൾ ആയിരിക്കും. ആക്ച്വലി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ പോയതൊരു ഹോം ഷോപ്പിൽ ക്ലോസിങ്ങിനാണ്, അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി പാർട്ണർ ആവാനാണ്, അല്ലെങ്കിൽ എൻ്റെ റാങ്ക് സെറ്റ് ആവാനാണ്, അല്ലെങ്കിൽ എനിക്ക് പെർഫോമൻസ് അടിക്കാനാണ്. അതിനു വേണ്ടി മാത്രം നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. കാര്യം എന്താ? നമ്മൾ പോയത് നമ്മുടെ സ്വന്തം കാര്യത്തിനാണ്. നേരെ മറിച്ച് ആ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി പോയതാണെങ്കിൽ നമുക്കൊരിക്കലും പെയിൻ ഉണ്ടാവില്ല, റിസ്ക് ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഒരു വ്യക്തിയെ സഹായിക്കാൻ എന്നെ ദൈവം ചൂസ് ചെയ്തു എന്ന അർത്ഥത്തിൽ വി വിൽ ബി താങ്ക്ഫുൾ ടു ഗോഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരുപാട് ഭാഗ്യസ്ഥനാണ്. കാര്യം എന്താണ്? നമുക്കറിയാൻ പറ്റും, പ്രധാനമന്ത്രിക്ക് അമേരിക്കയിലേക്ക് പോകാൻ വയ്യ. അപ്പോൾ പ്രധാനമന്ത്രി അതിനനുബന്ധമാകുന്ന മന്ത്രിമാരെയോ ക്യാബിനറ്റിന്നോ അതല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രൈവറ്റ് സെക്രട്ടറിയെ വിടും. ഇതേപോലെ ദൈവത്തിന് ഈ ലോകത്ത് ചെയ്യാൻ ഒരുപാട് നന്മകൾ ബാക്കിയുണ്ട്, അതല്ലെങ്കിൽ ചെയ്യേണ്ടതായി സൃഷ്ടിജാലങ്ങൾ കൊണ്ട് സൃഷ്ടാവിന്. അത് ചെയ്യാൻ ദൈവം എന്നെ ചൂസ് ചെയ്തു എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ, എനി ടൈം ഐ ആം എ സെലക്റ്റഡ് പേഴ്സൺ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോഡ്, ദൈവത്തിൻ്റെ ഏറ്റവും അനുഗ്രഹങ്ങളെ കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഞാനെന്ന് വിശ്വസിക്കുമ്പോൾ ഈ ബിസിനസ്സിൻ്റെ പവർ എത്ര വലുതാണ്. ആ അർത്ഥത്തിൽ ഇതിനൊരു ഇബാദത്തായിട്ട് ഏറ്റെടുത്താൽ എന്താ കുഴപ്പം? അതേപോലെ തന്നെ ഒരു പുണ്യകർമ്മമായി ഏറ്റെടുത്താൽ എന്താ കുഴപ്പം? ജീവിതത്തിൽ ഒരു മനുഷ്യനിക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കല്ലേ. കാര്യം നൂറുകണക്കിന് ആളുകൾ ഇന്ന് സക്സസ് സ്റ്റോറി പറയുന്ന സമയത്ത് എന്താ പറയുക, നമ്മുടെ ആത്മഹത്യയുടെ മുനമ്പിൽ നിന്ന്, അതേപോലെ തന്നെ ജീവിതത്തിൽ എല്ലാ പിക്ചറും നശിച്ച് ഇനി ഒന്നും മുന്നോട്ട് പോകാനില്ല എന്ന് പറയുമ്പോൾ MI ലൈഫ്സിലെ ലീഡർ ദൈവ ദൂതന്മാരെ പോലെ കടന്നു വന്നു. ഈ പദം പറയാത്ത ആരാ സ്റ്റേജിലുള്ളത്? ഹോസ്പിറ്റലിൽ പോയി നിരങ്ങി അവസാനം രക്ഷപ്പെടാൻ ഒരു വകയുമില്ലാതെ എന്നെ മുമ്പിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഉൽപ്പന്നമാണ് എനിക്ക് ജീവൻ തിരിച്ചു വന്നത്, ആരോഗ്യം തിരിച്ചു തന്നത്, എനിക്ക് ജീവിതത്തിലെ പ്രതീക്ഷ തിരിച്ചു തന്നത്. ഇത് പറയാത്ത ഏത് ലീഡറാണ് സ്റ്റേജിലുള്ളത്? അതിന് കാരണക്കാരനാകുന്നൊരു വ്യക്തിയാകുന്നു ഞാനും എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബിസിനസ് എത്ര എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് വൺ ഈസ് ദ മൈൻഡ് സെറ്റ്. അതേ സമയത്ത് തന്നെ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് തിങ്കിങ് ബിഗ്, വലുതായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. കാര്യം എന്താ?
നമ്മളെപ്പോഴും ചിന്തിക്കാനുള്ള ഒരു മാറ്റർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്തുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ കോടാനുകോടികളാണ്. ഒരിക്കലും അത് 1000-ഓ 10,000-ഓ വീക്കിലെ 2,10,000 ഒന്നുമല്ല. ഇതിൻ്റെ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, എന്താ പറയുക, അൺലിമിറ്റഡ് പൊട്ടൻഷ്യലുള്ള ഇൻകമാണ്. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബിസിനസ്സിൻ്റെ 10 വയസ്സായ കുട്ടിയെയാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ഈ ബിസിനസ് 2013 ലോഞ്ച് ചെയ്ത കമ്പനിക്ക് ഇന്ന് 2025 എത്തുമ്പോഴത്തേക്കുള്ള ഒരു 10-12 വർഷം അല്ലെങ്കിൽ 600 വീക്കേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ചെറിയ പ്രായത്തിലുള്ള, പ്രായപൂർത്തി പോലും എത്താത്ത 10 വയസ്സുള്ളൊരു കുട്ടിയുടെ എന്താ പറയുക, ഇൻകം സോഴ്സ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ തലത്തിൽ അത്രയും പ്രായമുള്ള കമ്പനി തന്നെ ഒന്ന് കൊടുക്കുന്നത് മന്ത്ലി ഇൻകം 1 CR അടുത്ത് കൊടുക്കുന്ന തലത്തിലേക്ക് വളർന്നു. അങ്ങനെയെങ്കിൽ ഈ കമ്പനി ഏകദേശം ഒരു 19 കൊല്ലം കഴിഞ്ഞാൽ കൊടുക്കാൻ പോകുന്ന ഇൻകം എത്രയാണ്? ഈ കമ്പനിയുടെ ഹയസ്റ്റ് റാങ്ക് ആകുന്ന ഡയമണ്ട്ഷിപ്പ്, അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരുപാടുണ്ട്, ക്രൗൺ അംബാസഡർ വരെ വരുന്ന റാങ്ക്സുകൾ. പക്ഷേ ഇന്ന് ആ റാങ്കിൽ ആരാ ഉള്ളത്? ആരുമില്ല. അപ്പോൾ കമ്പനിയുടെ ഹയസ്റ്റ് ടോപ്പിലേക്ക് എത്തിയ മനുഷ്യനൊന്നുമില്ല. അപ്പോൾ കമ്പനി എത്ര ഏർലി സ്റ്റേജിലാണ് ഉള്ളത്. എന്നിട്ടും സ്റ്റിൽ ഈ കമ്പനി എന്ത് കൊടുക്കുന്നു? 1 CR അടുത്ത് കൊടുക്കുന്ന, 1 CR വാങ്ങുന്ന ലീഡർമാർ പെർ മന്ത് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രൊജക്റ്റിൻ്റെ പാർട്ടാകാൻ തൻ്റെ പ്ലാൻ എന്താണ്, പർപ്പസ് എന്താണ്? സോ ജീവിതത്തിൽ വലിയ തിങ്കിങ് ബിഗ്, വലുതായിട്ട് ചിന്തിക്കണം. കാര്യം എന്താണ്, നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മളൊരു ഫുട്ബോളിൻ്റെ കഥ എടുക്കുകയാണെങ്കിൽ, ഞാൻ എന്താ പറയുക, നാട്ടിൽ ഒരു ഫുട്ബോൾ ടീമിനെ ഇറക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് റൂട്ടിൽ എനിക്കൊരിക്കലും CR7മാരെയോ ക്രിസ്ത്യാനോ റൊണാൾഡോമാരെയോ അതല്ലെങ്കിൽ നെയ്മർമാരെയോ മെസ്സിമാരെയോ ഇറക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താ, നമ്മളെ നാട്ടിലത്തെ പറമ്പിൽ പണ്ട് തട്ടാൻ ആരും മതി, നമ്മളെ നാട്ടിലെ ബൂട്ട് കെട്ടുന്ന പയ്യൻസ് മതി. നേരെ മറിച്ച് ഞാൻ ഈ ഇതുപോലുള്ള ഇൻ്റർനാഷണൽ താരങ്ങളെ ഞാൻ എന്തിനാണ് കൊണ്ടുവരേണ്ടത്? അതുപോലെ എതിരാളി അപ്പുറത്തുണ്ടെങ്കിലാണ്. ഇതേപോലെ നമ്മൾ മൈ ലൈഫിൽ വന്നിരിക്കുന്നത് തിന്നു കുടിക്കാനും വീട്ടിലെ ചിലവ് വഹിക്കാനും മൈ ലൈഫിലെ ഇൻകം വേണ്ട. അതിന് നമുക്ക് നിന്നുള്ള പരിപാടി തന്നെ ധാരാളമാണ്. സോ സെക്കൻഡ് ഒന്നാമത്തെ സാധനം നമ്മൾ പറഞ്ഞത് നമ്മളുടെ എന്താ പറയുക, മൈൻഡ് സെറ്റാണ്. രണ്ടാമത്തെ ഒന്നായിട്ട് നമുക്ക് പറയാനുള്ളത് സിസ്റ്റം ബേസ്ഡ് ആകുന്ന സ്കില്ലാണ്. സിസ്റ്റം ബേസ്ഡ് സ്കില്ല് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുണ്ടാവേണ്ടുന്ന സ്കില്ലാണ്. അതിനാദ്യം വേണ്ടത് റെഡി ടു ചേഞ്ച് എന്ന് പറയുന്ന കാര്യമാണ്. നമ്മൾ മാറാൻ റെഡി ആവണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ 100-ൽ 200% നമ്മൾ ഓക്കെ ചെയ്യണം. ഒരു നല്ല ഭാഷയിൽ പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യം, അപ്പോൾ സ്വാഭാവികമായിട്ടും ഏഷ്യ വൻകരയാണ്, അതിൽ ഏറ്റവും ടോപ്പ് രാജ്യം ഇന്ത്യയാണ്. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര പവർഫുള്ളാന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ആ ഏഷ്യയിലെ, ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനം ഏതാണ്? ഒരു സംശയം വേണ്ട, സമശീതോഷ്ണമുണ്ട്, സാക്ഷര കേരളമാകുന്ന നമ്മുടെയൊക്കെ സ്വന്തം അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പറഞ്ഞിടത്തൊക്കെയുള്ള കേരളം. കേരളത്തിലെ ഏറ്റവും നല്ല ജില്ല ഏതാണ്? ഒരു സംശയം വേണ്ട, അതിൽ ഒരുപാട് ജില്ലക്കാരുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ടോപ്പ് ജില്ല മലപ്പുറമാണ്. മലപ്പുറത്തിലെ ഏറ്റവും നല്ല ടൗൺ ഏതാ അറിയോ? ഒരു സംശയം വേണ്ട, തെയ്യാല. നിങ്ങൾ എന്താ വിചാരിച്ച്? അടിപൊളി ടൗണാണ് തെയ്യാല. തെയ്യാലയിലെ ഏറ്റവും ടോപ്പ് വ്യക്തി ആരാണെന്നറിയോ? അതാണ് ഇതിലെ ഏറ്റവും വലിയ പോയിന്റ്. ഈ ക്ലാസ് എടുക്കുന്ന ഞാനാണ്. ഇത് ഭയങ്കര സംഭവമാണ്, ചെറിയ കാര്യമൊന്നുമല്ല. അതായത് ഈ തെയ്യാലയിൽ നല്ലൊരു മനുഷ്യനായിട്ട് ഏറ്റവും അറിയപ്പെട്ട വ്യക്തി ഞാൻ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്കിലാണെങ്കിൽ പറ്റിയ ലീഡറാണ്, ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ടീമിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്, പല സബ്ജക്റ്റുകളുണ്ട്, പല ഭാഷകളുണ്ട്, പല കഴിവുണ്ട്. മാഷാ അല്ലാഹ്, ഞാൻ ഭയങ്കര സംഭവം. ഈ ധാരണയാണ് നമ്മുടെ ഏറ്റവും വലിയ ഡേഞ്ചർ. ആ അർത്ഥത്തിൽ വരുമ്പോൾ ലോകത്തെ ഏറ്റവും നല്ലത് ഞാൻ. ഇതേമാതിരി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സമാധാനം ഉണ്ടാവും. പിന്നെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഏകദേശം ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് മനുഷ്യൻ്റെ ആകെയുള്ള സമാധാനം. എന്ത്? ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം നമ്മളത്, സംസ്ഥാനം നമ്മളത്, നാട് നമ്മളത്, പഞ്ചായത്ത് നമ്മളത്. അപ്പം നമ്മൾ ഭയങ്കര സംഭവമാണ്. ഇനി ബാക്കിയുള്ളവരാണ് ശരിയാവുള്ളത്. ആദ്യം മാറ്റേണ്ടത് ഈ ധാരണയാണ്. ഞാനാണ് ഏറ്റവും വലുത് എന്നുള്ളത്, നമ്മളിൽ മാറ്റാൻ ഒന്നുമില്ല എന്ന ധാരണ തെറ്റാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ നമ്മളെക്കുറിച്ച് ഒന്ന് പുറമേ നിന്ന് അന്വേഷിച്ചാൽ തിരിച്ചറിയാൻ പറ്റും. ഞാൻ ഭയങ്കര ശാഠ്യക്കാരനാവും, ദേഷ്യക്കാരനാവും, ക്ഷമയില്ലാത്ത മനുഷ്യനാവും, അല്ലെങ്കിൽ ജനങ്ങളോട് സംസാരിക്കുന്നതിൽ പേടിയുള്ള മനുഷ്യനാവും, ഒരു കാര്യത്തിൽ മുന്നോട്ടിറങ്ങാൻ പ്രയാസമുള്ള മനുഷ്യനാവും, എന്തിനും ഒരു നെഗറ്റീവ് മൈൻഡുള്ള മനുഷ്യനാവും, എന്ത് പോസിറ്റീവ് പറഞ്ഞാലും ഒരു നെഗറ്റീവായിരിക്കും, അല്ലെങ്കിൽ ഒരു നോയ്സെൻസ്, ഒരു കഥയായിരിക്കും. എന്ന് വെച്ചാൽ ഒരു പൊട്ടി ചെറിയും എന്താ പറയുക, ചിരികളി തമാശകൾ, ലൈഫിന് ഒരു സില്ലി ആയിട്ട് ഏറ്റെടുക്കുന്നത്. ശരിക്കും മനസ്സിലാക്കാൻ ഐഡിയസ്, ഈ ബിസിനസ്സിൽ ജനം ജോയിൻ ചെയ്യുന്നത് മൈ ലൈഫിലേക്കല്ല, നമ്മളിലേക്കാണ്. ഞാനെന്ന വ്യക്തിയുടെ ക്വാളിറ്റിയിൽ അദ്ദേഹത്തിന് 100-ൽ 100% വിശ്വാസം വേണം. ഇവൻ്റെ കൂടെ പോയാൽ എൻ്റെ ബിസിനസ് എന്നല്ല, എൻ്റെ ലൈഫ് സക്സസ് ആണെന്ന്. നമ്മൾ വിചാരിക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, എന്നെ അറിയുന്ന ആളല്ലേ, എൻ്റെ കൂട്ടുകാരനല്ലേ, കുടുംബക്കാരനല്ലേ, ഇൻകം പ്ലാൻ അടിപൊളിയല്ലേ, ആയുഷിൻ്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് ഇല്ലേ, പിന്നെ ഇത് പറഞ്ഞു കൊടുത്ത ലീഡർ ഇൻ്റർനാഷണൽ ട്രെയിനർ അല്ലേ, അല്ലെങ്കിൽ അടിപൊളി ലീഡറല്ലേ, ഇയാൾ 2 ലക്ഷം വാങ്ങിയില്ലേ, വെറുതെയാണ്. ആ വ്യക്തി നോക്കുന്നത്, കൊണ്ടുവന്ന ആ ലിസ്റ്റ് ആരാണ് ക്രിയേറ്റ് ചെയ്തത്, ആ ലീഡറെയാണ് നോക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും ഞാനെന്ന ലീഡറാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയതെങ്കിൽ അദ്ദേഹം എന്നെ നോക്കുന്നുണ്ട്, എൻ്റെ ക്വാളിറ്റിയെ നോക്കുന്നുണ്ട്. അവൻ എൻ്റെ കമ്പനി ആയിരിക്കുന്ന ഒരു പക്ഷേ സ്പോർട്സ് മേഖലയിലാവാം, അല്ലെങ്കിൽ ആർട്സ് മേഖലയിലായിരിക്കുക, അല്ലെങ്കിൽ സിനിമ മേഖലയിലാവാം.
വാട്ട് എവർ എൻ്റെ എന്താണോ ഹോബി ആ ഹോബി ബേസ്ഡ് കമ്പനി ആയിരിക്കും. പക്ഷേ ആ ഒരു കൂട്ടുകാരൻ എന്ത് ഉറപ്പ് തന്നിട്ടില്ല, എൻ്റെ ലൈഫ് മുഴുവനായിട്ട് നിന്നെ സമർപ്പിച്ചോളാം, നിൻ്റെ കാൽക്ക വെച്ചോളാം എന്ന ഉറപ്പ് തന്നിട്ടൊന്നുമില്ല. പിന്നെ എന്തിൽ നിന്നാണ് അദ്ദേഹം മനസ്സിലാക്കുക, ഞാൻ ഈ ബിസിനസ് ഒരു ജീവിതം വെച്ചുള്ള കളിയാണ് ചെയ്യുന്നതെങ്കിൽ അവൻ എന്നെ നോക്കുന്നത് അവൻ്റെ ജീവിതം എനിക്ക് തന്നാൽ 100% അത് സക്സസ് ആണ് എന്ന് കാണിക്കുന്നത് എൻ്റെ വചനമാണോ, എൻ്റെ പേഴ്സണാലിറ്റിയാണോ, ഞാൻ കൊടുക്കുന്ന ഉറപ്പാണോ, ഇത് അവൻ ഉറ്റു നോക്കുന്നുണ്ട്. അല്ലാതെ ഇൻകം പ്ലാൻ അവൻ നോക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ക്വാളിറ്റി എന്നും നമ്മൾ ഫിൽട്ടർ ചെയ്തുകൊണ്ടേ നിൽക്കേണ്ടി വരും. നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ സ്കില്ലിനെ, നമ്മൾ സംസാരിക്കുന്ന വേ ഓഫ് ടോക്ക്, വേ ഓഫ് തിങ്കിങ്, നമ്മൾ എങ്ങനെയാണ് ഒരാൾ അപ്രോച്ച് ചെയ്യുന്നത്. സോ ബിസിനസ്സിനെ റിലേറ്റ് ചെയ്യുന്ന രൂപത്തിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി നമ്മൾ ആ സ്കില്ലിലേക്ക് നോക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ബെറ്റർ ചെയ്യണം, ടെക്നിക്കൽ സ്കില്ല് നമ്മൾ ബെറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഡെയിലി ഒരു സ്കില്ലിനെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. കാര്യം ഈ ലോകത്ത് വിജയിച്ച മുഴുവൻ ആളുകളും ആക്ച്വലി തൻ്റെ സ്കില്ലിനെ ബെറ്റർ ആക്കിയ ആൾക്കാരല്ലേ. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുകയാണ്, ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തി PGയിലേക്ക് പോകുമ്പോൾ വീണ്ടും അടുത്ത സ്കില്ലിലേക്ക് പോവാണ്. ലോകത്ത് വന്ന മുഴുവൻ വിജയിച്ച ആളുകളും അടുത്ത സ്കില്ല് പഠിക്കാൻ തയ്യാറാണ്. നമുക്കറിയാൻ പറ്റും, ഓരോ പ്രൊജക്റ്റും ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്ത ആൾക്കാരൊക്കെ ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്ത ആൾക്കാരാണ്. എന്ന് മാത്രമല്ല, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന മെയിൻ ഏരിയാസാണ് നമ്മുടെ പ്രോഗ്രാംസ്. ഈ പ്രോഗ്രാംസിൽ നമ്മളുടെ ഇനീഷ്യേഷൻ എന്താണ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പല ആൾക്കാരും പറയേണ്ട, സാറേ ഭയങ്കര തിരക്കായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, കണ്ടീഷൻ. ഇത് അറിഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്, ലീഡർ എന്താ ചെയ്യാനുള്ളത്? നമ്മൾ നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനും ചിന്താധാരകൾക്ക് മൂർച്ച കൂട്ടാനും പറ്റുന്ന തലത്തിലേക്ക് നമ്മൾ പ്രസൻ്റ് ആണോ അല്ലേ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ലീഡർമാരെ മുമ്പിൽ നമുക്ക് എന്ത് ലൊട്ടിലൊടുക്ക് ന്യായങ്ങൾ പറയാനും അതല്ലെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും പറയാൻ പറ്റും. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഞാനെന്ന വ്യക്തി എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പോലും എനിക്കൊരു സമയമില്ലാത്ത വ്യക്തിയാണെങ്കിൽ ആക്ച്വലി ബിസിനസ് കൊണ്ട് എനിക്ക് എന്താ സമൂഹത്തിന് നൽകാൻ പറ്റുക? ഇത് നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. കാര്യം ഏതെങ്കിലും ഒരാൾ പറയുന്ന ഒരു സ്പാർക്ക്, ഒരു വരി, ഇതായിരിക്കും നമ്മളെ ലൈഫിൻ്റെ പിക്ചർ മാറ്റുന്ന വരി. അന്ന് നമ്മൾ പോയിട്ടില്ല, അന്ന് നമ്മൾ ഹോസ്പിറ്റൽ കേസാണ്, അന്ന് നമ്മൾ മറ്റുള്ള കുടുംബത്തിലെ കേസാണ്. ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ന് ഇതിൽ രക്ഷപ്പെടുന്നുണ്ടാകും. അതുകൊണ്ട് സീരിയസ്ലി മനസ്സിലാക്കുക, ഈ ബിസിനസ്സിനെ ആരാണോ ആത്മാർത്ഥമായിട്ട് എടുത്തത് അയാൾക്ക് ഉറപ്പായിട്ടും ലീഡർമാർ വെക്കുന്ന പ്രോഗ്രാമുകൾ തുടങ്ങി NDO GTS പോലുള്ള പ്രോഗ്രാമിന് വരാൻ സമയം ഉണ്ടാകും. ഒരു സംശയങ്ങൾ അതിൽ കരുതണ്ട. കാര്യം ലോ ഓഫ് കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇന്ന് ഞാനൊരു GTS ക്യാൻസലാക്കിയാൽ 10 എണ്ണം ക്യാൻസലാക്കുന്ന വ്യക്തി താഴത്ത് വരും. ഈ ബിസിനസ്സിൻ്റെ പ്രധാന സ്വഭാവമാണ്. ലോകത്തെ എല്ലാ കാര്യത്തിനും ഈ ലോ ഓഫ് കർമ്മയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നത് ഈ ബിസിനസ്സിനകത്താണ്. ഞാൻ ഒരു വട്ടം നെഗറ്റീവായാൽ 100 വട്ടം നെഗറ്റീവ് ആകുന്ന ആൾ താഴത്ത് വരുന്നുണ്ടാകും. ഞാൻ ഈ ബിസിനസ്സിനകത്ത് എന്തെങ്കിലും വേണ്ടായ്മ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ അരുതായ്മയെ റിപ്പീറ്റ് ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും 100 കണക്കിന് ആളുകൾ വരുന്നുണ്ടാകും. സോ സീരിയസ്ലി നമുക്ക് എന്താണോ ഭാവിയിൽ തിരിച്ച് കിട്ടേണ്ടത് നല്ലതെങ്കിൽ ആ നല്ലതിനെ ഇന്നേ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇന്ന് നമ്മൾ എന്ത് കൊടുക്കുന്നുവോ നാളെ റിട്ടേൺ വരും. അതുകൊണ്ട് നല്ലത് റിട്ടേൺ വരണമെങ്കിൽ നല്ലത് ഇൻവെസ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ സീരിയസ്ലി പറയട്ടെ, പ്രോഗ്രാമിനകത്ത് എന്നല്ല തുടങ്ങി ലീഡർമാരുടെ എന്തെല്ലാമൊക്കെ നമ്മളെ ചിട്ടപ്പെടുത്തിയെടുക്കാനുള്ള കർമ്മ മണ്ഡലങ്ങളുണ്ടോ അവിടെ 100% ആത്മാർത്ഥമായിട്ടും അതേപോലെ തന്നെ സീരിയസ്ലി എത്തപ്പെടാൻ ആര് പരിശ്രമിക്കുന്നുവോ അയാൾ ഈ ബിസിനസ്സിനെ ആത്മാർത്ഥമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മൈൻഡ് സെറ്റാണ്, രണ്ടാമത്തത് സിസ്റ്റം ബേസ്ഡ് സ്കില്ലുകളാണ്. അവിടെ സിസ്റ്റത്തെ നമ്മൾ ഫോക്കസ് ചെയ്യുക. ഈ ബിസിനസ്സിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾക്കൊരു പ്രയാസം തോന്നിയാൽ സിസ്റ്റം ബോർഡിൽ എഴുതിയിട്ട് അതിലെ ഏത് സിസ്റ്റമാണ് തൻ്റെ ഇല്ലാത്തെന്ന് കണ്ടെത്തുക, എന്നിട്ട് അത് കൂട്ടി കൊടുക്കുക. ഇറ്റ് മീൻസ് ദാറ്റ് നമ്മൾ വണ്ടി പോകുന്ന സമയത്ത് വണ്ടിക്ക് വല്ല പ്രശ്നവും പറ്റിയാൽ ആ വണ്ടി കൃത്യമായിട്ട് സർവീസ് സെൻറ്ററിലോ വർക്ക്ഷോപ്പിലോ കയറ്റിയാൽ അല്ലെങ്കിൽ അതിനെ നോക്കുന്ന ഓപ്പറേറ്റേഴ്സ് നോക്കുന്ന എന്താണ്, വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട എൻജിൻസ് കറക്റ്റ് വർക്കാണോ, അതിനകത്തുള്ള ഓയിൽ പോലെയുള്ള ചെക്കിങ് കറക്റ്റാണോ, ഇതിനെ നോക്കിയിട്ട് അവരതിനെ പരിഹരിക്കുമ്പോൾ വണ്ടി സ്മൂത്താവും. ഇതേപോലെ ഞാൻ എന്നെ ചെക്ക് ചെയ്യൂല, ഞാൻ 100% ഉറപ്പിച്ചിരിക്കുന്നത് ഞാൻ സിസ്റ്റത്തിൽ എന്നോ റെഡിയാണ് സാറേ, എനിക്കൊരു കുഴപ്പമില്ല സാറേ, ടീമിനാ പ്രശ്നം സാറേ, ലീഡർക്കാ പ്രശ്നം സാറേ. ഇതാണ് 2. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ നോക്കാനുള്ളത് സമയത്തിൻ്റെ വിഷയം. അത് തന്നെയാണ്, നമുക്ക് സമയം ഉണ്ടായിരിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സമയം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കാനുള്ള സമയം ആരെങ്കിലും ഇല്ല. ലോകത്ത് കോടീശ്വരന്മാരാകുന്ന എലൻ മസ്കുമാർക്കും അംബാനിമാർക്കും ഉള്ളത് 24 തന്നെയാണ്. ഒരു പണിയും തോരയില്ലാത്ത ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ അത് 24 മണിക്കൂറാണ്. പക്ഷേ രസം എന്താണെന്ന് ചോദിച്ചാൽ അംബാനിയെ പോലെയുള്ള ആൾക്കാർക്കും അദാനിയെ പോലെയുള്ള ആൾക്കാരും തുടങ്ങിയുള്ള വലിയ വലിയ പ്രൊഫഷണൽ ആകുന്ന ആൾക്കാർക്ക് സമയം ഉണ്ടാവും. കാര്യം എന്താണ്, അവർക്ക് ആ പണി കഴിഞ്ഞാൽ അടുത്ത പണി തുടങ്ങാം. പക്ഷേ ഒരു പണിയില്ലാത്തവർക്ക് സമയം ഉണ്ടാവില്ല. എന്താ കാരണം എന്നറിയോ? അത് വലിയൊരു കോമഡിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഒരു പണിയും തോരയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തീരെ സമയം ഉണ്ടാവില്ല. കാരണം എൻ്റെ പണി എന്താണ്, ഒരു പണി ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയായിരുന്നു റിട്ടയർമെൻറ്റ് ഉണ്ടാവുക? അതായത് ഒരു ജോബും ഇല്ലാതെ ഞാൻ ഇരിക്കുക എന്ന പ്രോസസ്സ് അതൊരു ജോബാണ്. അപ്പോൾ അതിന് റിട്ടയർമെൻറ്റും ഇല്ല, ഇന്ന് രക്ഷപ്പെടാനും പറ്റില്ല. നേരെ മറിച്ച് സാറേ എനിക്ക് ഓഫീസിലൊരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഓഫീസിന് ഒരു എൻഡിങ് ടൈമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വർക്കിന് ഒരു എൻഡിങ് ടൈമുണ്ട്. അപ്പോൾ ഞാൻ ആ വർക്കിൽ നിന്ന് ഫ്രീ ആകും.
സോ ലോകത്ത് ഒരു പണിയില്ലാത്തവനക്ക് എന്തുണ്ടാവില്ല, ഫ്രീ എന്ന് പറഞ്ഞാൽ സാധനം ഉണ്ടാവില്ല. കാരണം അവൻ ഫുൾ ടൈം വർക്കിലാണ്, അവൻ്റെ വർക്കേ വർക്കാണ്, അല്ലെങ്കിൽ അവൻ്റെ വർക്കേ വെറുതെ ഇരിക്കലാണ്. സോ സീരിയസ്ലി മനസ്സിലാക്കാൻ നമുക്ക് സമയം ഉണ്ടാവണം. അതിനുവേണ്ടി സെറ്റാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെൻറ്ററിങ്ങിനും മോണിറ്ററിങ്ങിനും ലീഡർമാർ വിളിക്കുന്നത്. അവിടെ നമ്മുടെ പ്രശ്നം എന്താണ്, പോയ പ്രശ്നമാണ്. കാരണം എന്താണ്, ലീഡർ ചോദിക്കും എന്താ അത് ചെയ്യാഞ്ഞത്, ഇത് ചെയ്യാഞ്ഞത്, അത് പേടിയാണ്. അല്ലെങ്കിൽ പേടിയല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ല, എന്നോട് അങ്ങനെയൊന്നും പറയണ ഇഷ്ടമല്ല. നമുക്ക് മെൻറ്ററിങ്ങിന് പോകാനോ മോണിറ്ററിങ്ങിന് പോകാനോ ലീഡർമാരെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് ക്ലിയർ ചെയ്യാനോ നമുക്ക് പേടിയാണ്, അല്ലെങ്കിൽ മടിയാണ്, അല്ലെങ്കിൽ ഈഗോ അനുവദിക്കുന്നില്ല. സീരിയസ്ലി മൈ ഡിയേഴ്സ്, നമ്മൾ ശരിക്കും ചിന്തിച്ച് നോക്കുക. നമ്മളെക്കാൾ കൂടുതൽ ഒരു പടി കാഴ്ച കൂടുതൽ നമ്മളെ ലീഡർക്ക് ഉണ്ടാവും. കാരണം അയാൾ മേലെയാണ് നിൽക്കുന്നത്. മേലുള്ളവർക്ക് കുറച്ച് കൂടുതൽ കണ്ടൂടെ, നമ്മൾ താഴെയല്ലേ നിൽക്കുന്നത്. ഒരു സ്റ്റെപ്പ് ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക, 100 മടങ്ങുള്ള അല്ലെങ്കിൽ ബുർജ് ദുബൈയാണെന്ന് വിചാരിക്കുക. അതിലെ 1ാമത്തെ ഫ്ലോറിൽ നിൽക്കുന്നവൻ്റെ കാഴ്ചയല്ല 2ാമത്തെ ഫ്ലോറിൽ നിൽക്കുന്നവന്. 100ാമത്തെ ഫ്ലോറിൽ നിൽക്കുന്നവൻ ഒരു പക്ഷേ ദുബായ് സിറ്റി മൊത്തം കാണാൻ പറ്റും. 1ാമത്തെ സിറ്റിയിൽ നിൽക്കുന്നവൻക്ക് ആ മുറ്റം മാത്രമേ കാണുന്നുള്ളൂ 1ാമത്തെ ഫ്ലോറത്തെ ആൾക്ക്. ഇതേപോലെയാണ് കുറച്ച് മുകളിൽ നിൽക്കുന്നവർക്ക് കാഴ്ച ശക്തി കൂടുന്നുണ്ടാകും. നമ്മുടെ പ്രശ്നം അതല്ല, ലീഡർ സുഖിപ്പിക്കണം, അതാണ് മെയിൻ പ്രശ്നം അല്ലേ. പണ്ടാരം നമ്മൾ പാട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഉണ്ണി വാവാവോ എന്നുള്ള പാട്ടുണ്ടല്ലോ, അതിലിങ്ങനെ പറയും പൊന്നുണ്ണി വാവാവോ. ആ പാട്ട് നമ്മളെങ്ങനെ മടിയിലിരുത്തി പാടിത്തരണം. അതിന് കൂടെ എന്തും കൂടി പറയണം, GTS ഇല്ല, പ്രോഗ്രാം ഇല്ല, STC ആവാലോ, ഉണ്ണി വാവാവോ. അതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. GTSനും വരണ്ട, പ്രോഗ്രാമിനും വരണ്ട, ഒരു പരിപാടിക്കും വരണ്ട, STC ആക്കാലോ, വീണ്ടും ഉണ്ണി വാവാവോ. ഇങ്ങനെ ഈ മടിയിലെത്തി പാടിയാൽ ഉറപ്പായിട്ടും നമ്മൾ STC ആയി DTC ആയി സീലിംഗ് ഒക്കെ അടിക്കും. ഇതാദ്യം നമ്മൾ മാറ്റണം. ഇന്ന മാൽഹുസ്രി യുസ്ര, നോ പെയിൻ നോ ഗെയിൻ. നമ്മൾ എന്തോന്നിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അതിന് ഇടിയും തൊഴിയൊക്കെ ഉണ്ടാകും. ഈ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരെക്കാട്ടിയും തറവാടുള്ള മനുഷ്യനാണ് പാരീസൻ. അറിയായിരിക്കും നിങ്ങൾക്ക്. പാരീസൻ എന്ന വ്യക്തിയെ അറിയുന്നവരുണ്ടാവും അല്ലേ. ഒന്ന് സ്ക്രീനിൽ കൈ വയ്ക്കിയാൽ മതി. പാരീസൻ കേട്ടുകൊണ്ട് ആരെങ്കിലും ഇന്നത് കേട്ടിട്ടുണ്ട്, പാരീസൻ ലിബർട്ടി മൈദ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും. ആ സാധനം നമ്മളെക്കാട്ടിയൊക്കെ തറവാടുള്ളതാണ്. പക്ഷെ ആരും മൈദ അന്വേഷിച്ച് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടില്ല. നേരെ മറിച്ച് ആ മൈദ പണ്ടാരിയുടെ കയ്യിൽ നിൽക്കേണ്ട വിധം നിന്നപ്പോൾ അത് പൊറോട്ടയായി മാറിയപ്പോൾ ആ ഇതിഹാസം പറഞ്ഞിട്ടുണ്ട് പാരങ്ങളിലെ പൊറോട്ട അടിപൊളിയാണ്, ജെംസ് ഹോട്ടലിലെ പൊറോട്ട അടിപൊളിയാണ്, അല്ലെങ്കിൽ ഇന്നാലിന്ന ഹോട്ടലിലെ പൊറോട്ട അടിപൊളിയാണ്, അല്ലെങ്കിൽ ഇന്നാലിന്ന സൈഡത്തെ പൊറോട്ടയും അവിടുത്തെ ബീഫോ ഒരു രക്ഷയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാം. എന്തിനാ പൊറോട്ട എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ പൊറോട്ടയിലേക്ക് അതിർത്ത രൂപാന്തരം എങ്ങനെയാണ്? മൈദ എന്ന് പറയുന്ന വ്യക്തി പണ്ടാരിയുടെ അടിയും ഇടിയും തൊഴിയും കൊണ്ടപ്പോൾ ഇറങ്ങി ഓടിയില്ല. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്. വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചു, വേദനിക്കുന്നുണ്ട്, മൈദ മിണ്ടിയില്ല. ആ മൈദയെ പിന്നെ എന്ത് ചെയ്തു, നല്ല എണ്ണയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, വീശാൻ തുടങ്ങി. നല്ല വേദനിച്ചു, അവിടുന്ന് മൈദ പോയില്ല, പണ്ടാരിയുടെ കയ്യിൽ തന്നെ നിന്നു. വീണ്ടും ആ മൈദയുടെ ആ മാവിനെ പരത്തി വെച്ചിട്ട് നെഞ്ചത്ത് കൂടെ 4 കത്തി കൊണ്ട് വരച്ചിട്ട് അതിനെ 4 പീസാക്കി അതിന് വീണ്ടും റൗണ്ട് ചെയ്ത്, നമ്മൾ പറയുന്നത് തലക്കെട്ട് ഉണ്ടാക്കുക എന്ന് പറയും മലപ്പുറം ഭാഷയിൽ. ആ സാധനം റൗണ്ട് ചെയ്ത് സെറ്റാക്കി നിർത്തിയപ്പോൾ മൈദ സമാധാനിച്ചു. ഓ കഴിഞ്ഞല്ലോ, എണ്ണ ഇട്ട് മയക്കി എന്നെ കെടുത്തിയെന്ന്. അതിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്തിട്ട് നിരന്തരം കൊടുത്തിട്ട് വീണ്ടും ടപ്പായി പരിപാടി അടുത്ത് തുടങ്ങുക. എന്നിട്ട് ചുട്ടുപൊളുന്ന ചട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു. വെന്ത് അലമുറയിട്ട് കരഞ്ഞിട്ടും ആ മൈദ അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ല, ചട്ടി തന്നെ നിന്നു. അങ്ങനെ ആ സാധുവിനെ പിന്നെ പുറത്ത് എടുത്തിട്ട് 4 അടി അടിച്ചിട്ട് ഫ്ലൈറ്റിലാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ആ ചില്ലുംകൂട്ടിൽ വെച്ചപ്പോൾ അതിൻ്റെ ഒരു ഗന്ധം, അതിൻ്റെ ഒരു കാണാനുള്ള ചന്തം, ഗന്ധവും ചന്തവും കൂടി. അപ്പം നിലയും വിലയും കൂടി, വാല്യൂ കൂടി. സോ അത് ജനം തേടി വരാൻ തുടങ്ങി. ഇവിടെ നമ്മൾ ഓരോരുത്തരും മൈദയാണ്, നമ്മളുടെ ലീഡറാണ് ആ പണ്ടാരി. നമ്മളാകുന്ന ലീഡറെ അല്ലെങ്കിൽ നമ്മളാകുന്ന മൈദയെ പൊറോട്ടയാക്കാനുള്ള ഉത്തരവാദിത്തം ആ മെൻറ്റർക്കാണ്, ലീഡർക്കാണ്. നിന്ന് കൊടുക്കുക, വേറെ ഓപ്ഷനൊന്നുമില്ല. മാറാൻ റെഡിയാവുക. സോ സീരിയസ്ലി രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് സിസ്റ്റം ബേസ്ഡ് സ്കിൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സ്ട്രാറ്റജിയാണ്. എങ്ങനെ നമ്മൾ ബിസിനസ്സിൽ വളരണമെന്നത് നമ്മളെ കൈക്കൊരു സ്ട്രാറ്റജി വേണം. നമ്മളെപ്പോഴും ചിന്തിക്കുക, ഐ ആം ദ CEO ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ CEO ഞാനാണ്, എൻ്റെ ബിസിനസ്സിൻ്റെ ഹെഡ് ഞാനാണ്. അപ്പോൾ 100% എനിക്കൊരു പ്ലാന് വേണം. ഞാൻ എങ്ങനെ TC ആവും, ഞാൻ എങ്ങനെ ATC ആവും, ഞാൻ എങ്ങനെ ITC ആവും, ഞാൻ എങ്ങനെ സീലിംഗ് അടിക്കും. ഒരു പ്ലാൻ എൻ്റെയൊക്കെ വേണം. ആ പ്ലാൻ ലീഡറോട് പറയണം, അതിൽ തിരുത്താനുള്ളത് ലീഡർ തിരുത്തി തരും. സ്ട്രാറ്റജി ഇല്ലാതെ ഒരിക്കലും ഒരു കാര്യം നടക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വലിയൊരു സ്കൂള്, ആ സ്കൂളിൽ 100 കണക്കിന് അധ്യാപകന്മാരുണ്ടെന്ന് വിചാരിക്കുക. ഞാനൊക്കെ അധ്യാപകനായിട്ട് വർക്ക് ചെയ്ത ആളാണ്. സോ സീരിയസ്ലി അവിടെ സ്കൂളിൽ നിന്ന് ഒരുപാട് അധ്യാപകന്മാർ 9 മണിയാകുമ്പോൾ 8:30 മണിയാകുമ്പോൾ സ്കൂളിൻ്റെ സമയം, തുറക്കുന്ന സമയം അനുസരിച്ച് പലർക്കും ഡിഫറൻ്റ് ആയിരിക്കും. എന്നാലും ഓൾമോസ്റ്റ് ഒരു 9 മണിയാകുമ്പോൾ എല്ലാ അധ്യാപകന്മാരും സ്റ്റാഫ് റൂമിൽ വരും. അവിടുന്ന് വന്നിട്ട് ഇന്നേ വരെ പ്രിൻസിപ്പളോ HMO ഞങ്ങളോട് എന്ത് പറഞ്ഞിട്ടില്ല, സാറേ നിങ്ങൾക്ക് ഏറ്റവും സുഖമുള്ള ക്ലാസ്സിലേക്ക് നിങ്ങൾ കയറിക്കോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുത്തോളൂ. ഇന്നേ വരെ ആ സ്കൂൾ പറഞ്ഞിട്ടില്ല. ആ സ്കൂൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇസ്മായിൽ സാർ ഇംഗ്ലീഷ്, ഇന്നാലിന സാറ് മലയാളം, ഇന്നാലിന സാറ് ബിസിനസ്,
അതിന് ടൈമും എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ പീരീഡ് ഇംഗ്ലീഷ്, രണ്ടാമത്തെ പീരീഡ് മാത്സ്, മൂന്നാമത്തെ പീരീഡ് അറബി, അല്ലെങ്കിൽ നാലാമത്തെ പീരീഡ് മലയാളം. ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു അധ്യയന വർഷത്തിന് വേണ്ടി അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് പ്രകാരം ഈ അധ്യാപകന്മാർ പോവുകയാണ്. അല്ലാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സിലേക്ക് ഇഷ്ടപ്പെട്ട അധ്യാപകൻ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പഠിപ്പിക്കാൻ കയറാമെന്ന് വിചാരിക്കാൻ ആ സ്കൂളിൽ ഒരു സബ്ജക്റ്റ് തീരലും ഉണ്ടാവില്ല, ഒരു കുട്ടിയൊന്നും പഠിക്കലും ഉണ്ടാവില്ല. അവിടെ നിന്ന് ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫൈഡ് ആകുന്ന ഒരു സമൂഹത്തെ കിട്ടാനും വകയില്ല. സീരിയസ്ലി മനസ്സിലാക്കുക, ദർ ഇസ് എ ടൈം ടേബിൾ. ഇതേപോലെ നമ്മുടെ ലൈഫിൻ്റെയും ബിസിനസ്സിൻ്റെയും കാര്യത്തിൽ നമ്മുടെ ടൈം ടേബിൾ എവിടെയാണ്, എവിടേക്കാണ് പോകേണ്ടത്, എപ്പോഴാണ് പോകേണ്ടത്? നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. നമ്മൾ ഏത് റൂട്ട് മാപ്പ്, നമ്മളിപ്പോൾ ഒരു ടൂർ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഓണാക്കുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പാണ്. ഈ ഗൂഗിൾ മാപ്പിൽ നമ്മൾ സെറ്റ് ചെയ്ത ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവാണ്. പക്ഷെ ദർ ഈസ് നോ ഗൂഗിൾ മാപ്പ് ഫോർ ദ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഗൂഗിൾ മാപ്പ് എവിടെയാണ്? നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, പോകേണ്ട സമയം എവിടെയാണ്? നിങ്ങളൊരു എന്താണ് പറയുക, നമ്മൾ ഓരോരുത്തരും ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് റെയിൽവേ കൗണ്ടറിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയാൽ നമ്മൾ ആദ്യം എന്തു പറയണം? എവിടേക്കാണ് പോവേണ്ടതെന്നുള്ള സ്ഥലം പറയണം. രണ്ടാമതോ എപ്പോഴാണെന്നുള്ളതും പറയണം. സാറേ ഇപ്പോഴത്തെ ട്രെയിനിലല്ല, വൈകിട്ട് ട്രെയിന്, അല്ലെങ്കിൽ സാർ ഇത് റിസർവേഷന് എന്ന് പറയണം. അപ്പോൾ പ്ലേസും ടൈമും പറഞ്ഞാലേ അവിടുന്ന് കൃത്യമായി ടിക്കറ്റ് തരുള്ളൂ. നമ്മളൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല. എന്താ കാരണം എന്നറിയോ? ആക്ച്വലി നമുക്ക് അങ്ങനത്തെ ഒരു പ്ലാൻ ഇല്ല. നമ്മളിതിൽ ചെയ്യേണ്ട കർമ്മം ചെയ്യണമെങ്കിൽ ആദ്യം അത് ചെയ്യണം. മുബീൻ സാർ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു എനർജി ഭൂമിയിൽ ഇട്ടാൽ അത് വില നൽകാതെ മൂല്യം നൽകാതെ തിരിച്ചു പോകില്ല. ഇതാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു ഏറ്റവും വലിയ നൂറ്റാണ്ടിൻ്റെ വചനം എന്ന് വേണമെങ്കിൽ പറയാം. അതിക്ക് നമ്മളെ വക ഒരു വരിയും കൂടിയാണ് കൂട്ടി കൊടുക്കുക. അതായത് ഒരു എനർജിയും ഭൂമിയിൽ ഇട്ടിട്ടില്ലെങ്കിൽ ഒരു കുന്തവും കിട്ടാനും പോണില്ല. അതാണ് നമ്മളെ വക കൂട്ടാനുള്ളത്. അതായത് എനർജി ഇട്ടാൽ തിരിച്ചു കിട്ടുന്ന മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ വേറെ ഓപ്പോസിറ്റ് പറയാത്തതാണ്. നിങ്ങളൊന്നും ഇട്ടിട്ട് ഞങ്ങൾ കിട്ടാനും പോകുന്നില്ല, അത്രയേ ഉള്ളൂ. ഇനി എത്രയാണോ ഇട്ടത് അത്ര കിട്ടും ചെയ്യും, അത്രയേ ഉള്ളൂ. എത്ര ഇട്ടിട്ടുണ്ടോ അത്ര കിട്ടിയിട്ടുമുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമം, ലോ ഓഫ് റിലേറ്റിവിറ്റി ആവട്ടെ, അതേപോലെ തന്നെ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് ആവട്ടെ, തുടങ്ങി ലോ ഓഫ് പൊളാരിറ്റി, എന്ത് നിയമം എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുത്തത് അത് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കിട്ടിയതൊക്കെ ചെയ്ത വർക്കിനുള്ളതാണ്. ഇനി എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ട്, അത് ആദ്യം തിരിച്ചറിയാം. സോ ആക്ച്വലി ഞാൻ പറയുന്നത് സ്ട്രാറ്റജി ഉണ്ടായിരിക്കുക. അതിന് ഡെയിലി പ്ലാൻ വേണം, വീക്ക്ലി പ്ലാൻ വേണം, മന്ത്ലി പ്ലാൻ വേണം. ആസ് എ CEO അതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം. ദെൻ നാലാമത്തെ ഒന്ന് പറയുന്നത് നമ്മുടെ ആക്ഷൻ പാർട്ടിനകത്തേക്കാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഡെയിലി പ്ലാനും മന്ത്ലി പ്ലാനും വീക്ക്ലി പ്ലാനും പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടുന്ന ഒരു വാക്കാണ്, നമ്മളാണ് നമ്മളുടെ ബിസിനസ്സിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന വ്യക്തി. ഈ ബിസിനസ്സിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന വ്യക്തി പറയാണ്, സാറേ എൻ്റെ വണ്ടി നീങ്ങളില്ല. നമ്മൾ പറയും ഡ്രൈവിംഗ് സീറ്റിൽ ആരാണ്? എന്നെയാണ്. ഓക്കെ, അതിൻ്റെ ഓണർ ആരാണ്? എന്നെയാണ്. എല്ലാം നമ്മളാണ്, പക്ഷെ വണ്ടി നീങ്ങളില്ല. കുറ്റമായിരിക്കാണ്, ബാക്കിൽ ഏതോ ഒരാൾ വരുന്നുണ്ട്. ഏറ്റവും വേഗത്തിൽ ഒരു വണ്ടിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡൗൺ ലൈനാണ്. പിന്നെ മുന്നിൽ എത്രയോ പോയൊരു വണ്ടിയുണ്ട് വേഗതയിൽ, അത് നമ്മുടെ അപ്പ് ലൈനുമാണ്. അയാൾ കുറച്ച് വേഗതയിൽ പോയി, കാരണം അയാൾക്ക് ബിസിനസ് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോകാതിരിക്കാനുള്ള കാരണം എത്രയോ മുന്നേ പാഞ്ഞ അപ്പ് ലൈനും ബാക്കിൽ വരുന്ന ഡൗൺ ലൈനുമാണ്. അതാണ് ഭയങ്കര കോമഡി. നമ്മളിപ്പോൾ ഒരു വണ്ടി ബ്ലോക്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ വണ്ടി അവിടുന്ന് അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന നമ്മളാണ് അതിൻ്റെ ഉത്തരവാദി. അതല്ലാതെ അവിടെ റോഡ് പ്രശ്നമാണ്, അത് കറുത്ത റോഡ് കണ്ടപ്പോൾ എൻ്റെ വണ്ടിക്കൊരു പ്രത്യേക പ്രശ്നം, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാണ് ഡ്രൈവിംഗ് സീറ്റിലെങ്കിൽ നമ്മളേക്കൊരു പ്രശ്നമുണ്ട്. ഒന്നുകിൽ ഡ്രൈവിംഗ് അറിയില്ല, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ട ചിട്ട നമ്മൾ പാലിച്ചില്ല. സംതിങ് ദർ ഈസ്. അത് ഇരിക്കണം, കണ്ടെത്തണം, പിടിക്കണം, പോകണം. സോ വി ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് അവർ ഓൺ ബിസിനസ് ആൻഡ് യു ആർ ദ CEO ഓഫ് യുവർ ഓൺ ബിസിനസ്. സോ സീരിയസ്ലി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആക്ഷൻ പാർട്ടിനകത്താണ്. സോ ലോകത്തിലെ ഏറ്റവും വലിയൊരു സയൻസാണ് ഡൂവർ ഈസ് ദ വിന്നർ. വർക്ക് ചെയ്തവനാണ് സക്സസ് ആയത്. ഡൂവർ ഈസ് ദ വിന്നർ. നമ്മളുടെ ലോകത്ത് ഏറ്റവും വലിയ നമ്മുടെ എന്താ പറയുക പേർഷ്യൻ ചിന്താധാരകൾക്ക് ജന്മം നൽകിയ ഗ്രേറ്റ് അല്ലാമ ഇക്ബാലിനെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, തുജെ ആബാസ് അപ്നെ കോയി നിസ്ബത്ത് ഹോ നഹി സക്തി കെ തു ഗുഫ്താർ വ കിർദാർ തു സാബിത്ത് വ സയ്യാറ. സുഹൃത്തെ, നീ നിൻ്റെ പ്രപിതാക്കന്മാരുമായിട്ട് ഒരു അണബന്ധം പോലും നീ പ്രതീക്ഷിക്കരുത്. കാരണം എന്താ? തു ഗുഫ്താർ തു സിർഫ് കഹനെ വാല ഹെ. നീ സിർഫ് പറയുന്ന മനുഷ്യനാണ്. തു കുച്ച് ഭി കർക്കെ ദിക്കാനെ വാല നെയ്യ് തു കഹനെ കൈ ഉദാസ് ബൈഠനെ വാല ഹെ. എന്ന് വെച്ചാൽ നീ വെറുതെ ഇരിക്കുന്ന മനുഷ്യനാണ്. തു ഗുഫ്താർ കഹനെ വാല ഹെ, വോ കിർദാർ വോ തു കർക്കെ ദിക്കാനെ വാല താ. എന്ന് വെച്ചാൽ കർമ്മം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഓർ തു സാബിത്ത്, നീ എവിടെയെങ്കിലും ഒരു മൂലക്കിൽ പാറ ഉറച്ചു നിൽക്കുന്ന മാതിരി ഇരിക്കുമായിരുന്നു. ബട്ട് വോ സയ്യാറ വോ തോ സെയർ കർണേ വാലത്തെ സഫർ കർണേ വാലത്തെ ദൂർ ദൂർ ജാനേ വാലത്തെ. ഇതായിരുന്നു യഥാർത്ഥത്തിൽ നമ്മളെ പ്രപിതാക്കന്മാർ ജയിച്ചത്. നമ്മളെപ്പോഴും മനസ്സിലാക്കുക, കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് പുറത്തു ചാടാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ വി ആർ നോട്ട് ഗോയിങ് ടു ടച്ച് അവർ ടാർഗറ്റ്സ് ഓർ ദി ഡ്രീംസ്. നമ്മൾ അതിലേക്ക് എത്താൻ പോകുന്നില്ല. സോ ആക്ച്വലി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മുഴുവൻ ആളുകളും 317 വരുന്ന ആളുകൾ, 300-ലധികം വരുന്ന ആൾക്കാർ ഈ റമദാനിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
സോ ആക്ച്വലി ഞാൻ പറയുന്ന മാറ്റർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്ക് ആക്ഷൻ പാർട്ടിനകത്തേക്ക് കടക്കണം എന്നാണ് കാര്യം. ഈ ലോകത്തെ ആക്ഷൻ്റെ കഥ പറയുമ്പോൾ ഞാൻ ചെറിയൊരു ഒരു ടിപ്പ് പറയാം. ആ ടിപ്പ് ഇങ്ങനെയാണ്. ഒരു പക്ഷേ നമുക്ക് ദൈവം റിസൾട്ട് കണക്കാക്കിയത് 1001 വർക്കിലാണെന്ന് വിചാരിക്കുക. ഇറ്റ് മീൻസ് ദാറ്റ് നമ്മുടെ സക്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 1001 അങ്ങനെയെങ്കിൽ ഈ 1000 ആക്ഷൻ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കിയാൽ മതിയെന്നേ. നമ്മളെ പ്രശ്നം എന്താ അറിയോ, ഈ 1000 ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 5 കൊല്ലം പിടിക്കും. എന്നിട്ട് എന്ത് പറയും, സാറേ ഞാൻ എത്ര കൊല്ലമായി വന്നിട്ട്, നിങ്ങൾക്കറിയാലോ ഞാൻ ഏതെങ്കിലും പ്രോഗ്രാമിന് വരാത്തതുണ്ടോ? ഇല്ല സാറേ. ഈ സത്യം പറഞ്ഞാൽ ഈ അപ്ലൈനും സത്യം കുടുങ്ങിയിട്ടുണ്ടാവും, ഈ സാധു മെൻഡറും കുടുങ്ങിയിട്ടുണ്ടാവും. സത്യത്തിൽ ഇവൻ്റെ പ്രശ്നം എന്താണ്? കാരണം ഇവരെന്തുണ്ട്, പ്രോഗ്രാമിന് വരുന്നുണ്ട്, ഇവർ ഇന്നാലും സാധനം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താവും പ്രശ്നം? സിസ്റ്റം എന്നെക്കാട്ടി ഉസാറായിട്ട് പ്ലാൻ പറയാൻ അറിയും, എന്താവും പിന്നെ പ്രശ്നം? ഒരു പിടുത്തം കിട്ടൂല. പിടുത്തം ഇത്രയേ ഉള്ളൂ. ഈ ഓരോ വ്യക്തിക്കും ദൈവം കണക്കാക്കിയിരിക്കുന്ന ഒരു നിശ്ചിത ടൈം പീരീഡ് ഉണ്ടാവും അവൻ്റെ സക്സസ്സിന് വേണ്ടി. അവൻ കൊള്ളേണ്ട വെയിലിൻ്റെ തോത് എത്രയാണ്, അവൻ കേൾക്കേണ്ട നോയുടെ തോത് എത്രയാണ്, അവനെ ഈ ഭൂമിയിൽ സക്സസ് സെറ്റാക്കാൻ വേണ്ടി എന്തെല്ലാമൊക്കെ ചലഞ്ചാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഇതിനൊരു എണ്ണം ഉണ്ടാവും, ഒരു വണ്ണം ഉണ്ടാവും. ദർ മേ ബി എ ഗ്രാഫ്. ആ ഗ്രാഫ് ലിമിറ്റഡ് ടൈമിനകത്ത്, ഏറ്റവും കുറഞ്ഞ ടൈമിനകത്ത് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയാൽ പിന്നീട് അങ്ങോട്ട് സക്സസ് ആണെന്നേ. നമ്മൾ ആക്ച്വലി അതല്ലേ ചിന്തിക്കാനുള്ളത്. ഈ ഒരു മേഖല ഇത്ര ടൈം പീരീഡിനകത്ത് കടന്നാലേ ശരിയാവുള്ളൂ. ഇപ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മുടെ സുനിത വില്യംസ് ഒക്കെ പോയ കഥകൾ തിരിച്ചു നമ്മൾ കേട്ടു. ഇവരൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ മൊഡ്യൂൾ പൈലറ്റുമാർ ഇന്നാലിന്ന സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, എന്താണ് ഓരോ സ്ഫിയേഴ്സാണ് ഈ പ്രപഞ്ചത്തിന്. അത് ഇന്നാലിന്ന സ്ഫിയർ ഇന്ന സമയത്ത് കടക്കണം എന്നുള്ളത് ഒരു ടൈം പീരീഡ് ഉണ്ട്. എന്നാലേ അവർക്ക് ആ ഇന്ധനം മതിയായതായി വരുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു പോക്കിനകത്ത് തന്നെ ഇത്ര സ്പീഡ് ആദ്യം കവർ ചെയ്യണം എന്നുള്ളത് ഉണ്ടാവാം. ആ സ്പീഡ് പ്രധാനം തന്നെയാണ്, അത് നമ്മൾ ഉപയോഗിച്ചേ പറ്റൂ. ഇപ്പോൾ ആക്ച്വലി നമ്മൾ ആലോചിച്ച് നോക്കുക, അതേ സമയത്ത് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക അവരുടെ കൺസിസ്റ്റൻസി, അവരുടെ ധൈര്യം. ഇന്ന് അവർ 9 ദിവസത്തിന് പോയിട്ട് 9 മാസം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റിൽ ദേ ആർ എന്താ പറയുക, എക്സൈറ്റഡ് ആണ്. നമ്മളെ ലൈഫിൽ ഇങ്ങനെ തന്നെയാണ്. ദൈവം വിധിച്ചു വെക്കുന്ന സ്റ്റെപ്പ് പലതും ആയിരിക്കാം, വി ഡോണ്ട് നോ, ബെസ്റ്റ് ആയിരിക്കും, അത്ര മനസ്സിലാക്കിയാൽ മതി. പല കണ്ടെത്തലുകളായിരിക്കാം, പലതും ആവാം. അവരൊക്കെ ജീവിതത്തിൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതല്ലേ ഈ ലോകത്ത് സക്സസ് ഉണ്ടായത്. നമ്മുടെ പ്രശ്നം എന്താ അറിയോ, റിസ്ക് എടുക്കാൻ റെഡിയല്ല. ജീവൻ പണയപ്പെടുത്തിയിട്ട് ഈ ലോകത്ത് ഓരോ വസ്തു കണ്ടെത്തിയതും ഈ ലോകത്ത് ഓരോ പ്രസ്ഥാനങ്ങൾക്ക് ജന്മം കൊണ്ടതും. നമ്മളെന്തല്ല ജീവൻ വെച്ച് കളിക്കാനും റെഡിയില്ല, റിസ്ക് എടുക്കാൻ വയർപ്പിൻ്റെ അസുഖമുള്ള ആൾക്കാരുമാണ്. പിന്നെയും സക്സസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. സോ ആക്ച്വലി നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ തയ്യാറാവുക. അപ്പോൾ ഈ നമ്മുടെ സുനിത വില്യംസൊക്കെ സത്യം പറഞ്ഞാൽ കേരളത്തിൽ വന്നിറങ്ങാത്ത ഭാഗ്യം. കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം ചോദിക്കൽ, ഈ എൻ്റെ ഭർത്താവിൻ്റെ സമ്മതം ഉണ്ടായിട്ടാണോ പോയത്, അതേപോലെ തന്നെ എൻ്റെ കുടുംബക്കാരെയൊക്കെ വെറുതാക്കി പോയില്ലേ, അതേപോലെ ഒരുപാട് സാധനങ്ങളുണ്ടാവും ചോദ്യങ്ങൾ ചോദിക്കാൻ. ആ സാധു അവിടെ ഇറങ്ങിയതുകൊണ്ട് നന്നായി. നാട്ടുകാർ പലതും പറയും നമ്മളൊരു പ്രൊജക്റ്റിന് ഇറങ്ങുന്ന സമയത്ത്, അത് നമ്മൾ കേട്ടെടുക്കരുത്. ഇപ്പോൾ നമ്മൾ ലീഡർമാർ പണ്ട് പറയുന്നൊരു വാക്കുണ്ട്, അതായത് ഒരു കഥയിൽ ഇങ്ങനെയാണ്, ഒരു ഫ്രൂട്ട് കച്ചവടക്കാരൻ ഇവിടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രൂട്ട് വിൽപ്പന നടക്കപ്പെടുന്നു എന്ന് ആ ഫ്രൂട്ട് കച്ചവടക്കാരൻ മുകളിൽ എഴുതി വെച്ചപ്പോൾ, ഏറ്റവും നല്ല ഫ്രൂട്ടാണ് വിൽക്കപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിലൂടെ നടന്നു പോയൊരു മനുഷ്യൻ പറഞ്ഞു അത്രേ, ഈ ഫ്രൂട്ട് വിൽക്കാനുള്ളതാണെന്നുള്ള ഉറപ്പല്ലേ, കാരണം ഇത് അങ്ങാടിയിലും ചന്തയിലല്ലേ വെച്ചത്, അപ്പോൾ ഈ വിൽക്കപ്പെടുന്നു എന്നുള്ള ബോർഡ് അവിടുന്ന് മാറ്റിയാൽ അതല്ലേ ഏറ്റവും നല്ലത്. സോ അയാൾ അത് മാറ്റി, ഇവിടെ ഏറ്റവും നല്ല ഫ്രൂട്ട് കിട്ടുന്നു എന്നുള്ളതാക്കി മാറ്റി. ആ സമയത്താണ് ഒരാൾ വന്നിട്ട് പറഞ്ഞത്, ഇവിടെ ഏറ്റവും നല്ലതാണ് ഫ്രൂട്ട് എന്നുള്ള ഒരു സംശയമില്ല, കാരണം ഇതിൻ്റെ വൃത്തി എന്നെ തന്നെ മനസ്സിലായി, ഏറ്റവും നല്ലത് മാറ്റിക്കാളി തന്നെ, എന്നാൽ അതും മാറ്റിയാൽ. പിന്നെ ഒരാൾ കൂടെ തന്നെ ഫ്രൂട്ട് കിട്ടപ്പെടുന്നു. അതിന് അവിടുന്ന് ഒരാൾ പറഞ്ഞത്, മക്കളെ ഇത് കണ്ടാൽ മനസ്സിലായത് ഫ്രൂട്ടാണ്, ഇത് മീനല്ല തക്കാളി അല്ല എന്നുള്ളത് ആർക്കാ മനസ്സിലായത്, ജ്വല്ലറിയും അല്ല, നിങ്ങൾ ആ ഫ്രൂട്ട് മാറ്റിക്കാളി എന്ന് പറഞ്ഞു. അയാൾ ആ ഫ്രൂട്ടും മാറ്റി. അങ്ങനെ ലാസ്റ്റ് വിൽക്കപ്പെടുന്നു, കിട്ടപ്പെടുന്നു. ഒരാൾ ഇതെന്തൊരു അനർത്ഥമായൊരു ബോർഡോ, മര്യാദക്കൊന്നും മാറ്റിയാൽ ഇത് ഒരു അർത്ഥമില്ലല്ലോ. അങ്ങനെ ആ ചങ്ങായി അതും മാറ്റി. അങ്ങനെ ലാസ്റ്റ് എല്ലാ ബോർഡും മാറ്റി ഇയാൾ കച്ചവടം തുടങ്ങി പോകുന്ന സമയത്തുണ്ട് വേറൊരു ദിവസം അടുത്ത ആൾ വരുന്നു. ഓൻ്റെ ഇത്രയും നല്ലൊരു ഒഴിഞ്ഞ മേലെ ഒരു വലിയൊരു ഇതുണ്ടായിട്ട്, വാർപ്പിൻ്റെ ഇതൊക്കെ ഉണ്ടായിട്ട്, സൺഷെയ്ഡും സാധനങ്ങളും അതൊക്കെ ഉണ്ടായിട്ട് കാലിയായ ബോർഡാണല്ലോ, എന്തെങ്കിലും അയിമ എഴുതി കൂടെ എന്ന്. ഈ സാധു ഇനി എന്താ എഴുതല്, ഇനി മറ്റേ ടീം വരാണ്ട്. നാട്ടുകാർ പലതും പറയും, അവർക്ക് മറുപടി എടുക്കാൻ നമ്മുടെ സമയം പോയി കിട്ടും. നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിനകത്ത് നിങ്ങൾ എത്ര കോൺഫിഡൻ്റ് ആണ് എന്നുള്ളതാണ്. ആ തീരുമാനം നമ്മൾ എടുക്കണം. പ്രപഞ്ചത്തിനൊരു സ്വഭാവമുണ്ട്, എടുക്കേണ്ട തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുത്തില്ലെങ്കിൽ നമുക്ക് വേണ്ടി തീരുമാനം വേറെ ആളെടുക്കും. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നമ്മുടെ സുസ്മിത സെൻ എന്ന് പറയുന്ന ഒരു ലോകപ്രശസ്തയാകുന്ന ഇന്ത്യൻ ബ്യൂട്ടി ഐക്കൺ തൻ്റെ സ്പീച്ചിൽ പറഞ്ഞ, ഇൻ്റർവ്യൂ ബോർഡിൽ പറഞ്ഞൊരു വാക്കാണ്, ഇസ് ദുനിയാക്ക ഏക് ഉസൂൽ ഹെ. ഈ ലോകത്തിലൊരു നിയമമുണ്ട്. ആ നിയമം എന്താണ്? നമ്മുടെ വിഷയത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കാനുള്ളത് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് വേണ്ടി ഒരു തീരുമാനം ആരോ ഒരാൾ എടുക്കുന്നതാണ്. അതുകൊണ്ട് എടുക്കാനുള്ള തീരുമാനം വേഗം നമ്മൾ എടുത്തോണ്ടി, ഇല്ലെങ്കിൽ നമ്മളെ വെച്ചിട്ട് ഒരാൾക്ക് തീരുമാനം ഉണ്ടാവും. ധീരുഭായ് അംബാനി പറഞ്ഞ പോലെ തന്നെ, നമ്മളെ വെച്ച് നമുക്കൊരു സ്വപ്നം ഇല്ലെങ്കിൽ നമ്മളെ വെച്ച് ആരാൾക്കൊരു സ്വപ്നം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ചിന്തിക്കുക, നമ്മൾ നമുക്ക് വേണ്ടി ഒരു സ്വപ്നം കാണേണ്ടതുണ്ട്.
സോ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. സോ ആക്ഷനിലേക്ക് കിടക്കുക. അപ്പോൾ ഞാൻ പറയുന്ന മാറ്റർ, ഈ ആക്ഷൻ്റെ വിഷയത്തിൽ ഇത്ര ടൈം പീരീഡിനകത്ത് ഇന്നതാണോ എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കഴിഞ്ഞ് കടന്നാൽ നമുക്ക് ഫ്രീ ആകുന്നുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, എന്താ പറയുക, നമ്മളുടെ ആക്ഷൻ്റെ വിഷയം കറക്റ്റായിട്ട് സെറ്റായാൽ ഫുള്ള് റെഡിയാവും. നമ്മളെ പ്രശ്നം ആക്ഷൻ്റെ അസുഖമാണ്. എന്താണ്, ആക്ഷനിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ പ്രയാസമാണ്. നമ്മൾ ലീഡർമാരൊക്കെ എത്ര എന്തൊക്കെ പറഞ്ഞാലും ഈ ആക്ഷൻ്റെ വിഷയത്തിൽ നമ്മൾ ഭയങ്കര ബാക്കിലായിരിക്കും. അതാണ് ശരിക്കും പ്രാക്ടീസ് എന്ന് പറഞ്ഞതും. നമ്മളെപ്പോഴും പറയാണ്ട് പ്രാക്ടീസ് മേക്സ് ബെറ്റർ, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ബെറ്റർ ആക്കി മാറ്റുന്നത് നമ്മുടെ പ്രാക്ടീസാണ്. ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ചെയ്തിട്ടുണ്ടാകുന്നതന്നെയല്ലേ. അപ്പോൾ സീരിയസ്ലി നമുക്കറിയാം, സച്ചിൻ കാംബ്ലിയെ പോലെയുള്ള ആൾക്കാരൊക്കെ ക്രിക്കറ്റ് ലോകത്തേക്ക് വന്ന സമയത്ത് ഏറ്റവും നല്ല കപ്പാസിറ്റിയിലും കഴിവിലും സ്കില്ലിലും കാംബ്ലിയെ പോലെയുള്ള ആൾക്കാരാണ്. പിന്നെ എന്താ സച്ചിനായത്? ആക്ഷൻ കൂട്ടി, പ്രാക്ടീസ് കൂട്ടി. നമ്മൾ പ്രാക്ടീസ് ചെയ്യില്ല. നമ്മൾ കൊടുക്കുന്ന ഓരോ പ്ലാനും ഈവൻ അയാൾ ജോയിൻ ചെയ്തില്ലെങ്കിലും ഇറ്റ്സ് എ പ്രാക്ടീസ്. ഈ ബിസിനസ്സിനകത്ത് വന്ന് 2 കൊല്ലമായിട്ടും സാറേ എനിക്ക് വലിയൊരു ഇതില്ലല്ലോ സാറേ, വരുമാനമായില്ലല്ലോ, ടീമായില്ലല്ലോ. ഡോണ്ട് വെറി മൈ ഡിയർ. കാര്യം ഗൾഫിൽ നിന്നൊരു വിസ വന്നാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ദുബായിൽ ഇത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ്, ഖത്തറിൽ 5 കൊല്ലത്തെ എക്സ്പീരിയൻസ്. ഈ എക്സ്പീരിയൻസ് ഒരു പ്രധാന സമ്പാദ്യമാണ്. സോ ഡു യു ഹാവ് ദ എക്സ്പീരിയൻസ് ഓഫ് 2 years ആൻഡ് ഇഫ് ദർ ഈസ് നോ ടീം, ഡോണ്ട് ബി വെറി. യു ഹാവ് എ ഗുഡ് എക്സലൻറ്റ് ബെനിഫിറ്റ് ആൻഡ് റിയൽ സക്സസ്, ദാറ്റ് ഈസ് യുവർ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് വലിയൊരു സംഭവമാണ്. ഇളമാൻ കടവറിയില്ല, ചെറിയ മാൻ കടവറിയില്ല, തള്ളമാൻക്കറിയും. അതുകൊണ്ട് നമുക്കറിയാം പലതും. അപ്പോൾ ഇന്ന് കിട്ടിയ ഓരോ സാധനവും ഇറ്റ്സ് ദ ബെനിഫിറ്റ് പോയിൻ്റാണ് മനസ്സിലാക്കുക. ദെൻ 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. കളി തീരും വരെ കളിക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ഏറ്റവും പ്രധാനം. ഈ കൺസിസ്റ്റൻസും ആക്ഷനും ഒരേ ഏട്ടനഞ്ചന്മാരാണ്. ഇത് ഒരുമിച്ച് ഉണ്ടാവേണ്ട സാധനം. ഇതില്ലെങ്കിൽ കുറ്റം ഫുള്ള് ലീഡർക്കാവും. സാറേ ഞാൻ തോൽക്കാൻ കാരണങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങളാണ് ഇതിനെ മൊത്തം കാരണം. അങ്ങനെ ലാസ്റ്റ് ലീഡർ മാറിയാൽ പറയും മാതാപിതാവും ഞാൻ ശരിക്കും തോൽക്കാൻ കാരണം ഒന്ന് ലീഡർ തന്നെയാണ്. കാരണം ലീഡറുള്ള ബിസിനസ് തന്നത്. രണ്ടാമത്തത് എൻ്റെ അമ്മയും ബാപ്പിയാണ്. കാരണം അവർ ജനിപ്പിച്ചുകൊണ്ടാണല്ലോ ലീഡർ തന്നത്. മൂന്നാമത്തത് ഉമ്മയും ബാപ്പിയല്ല, മുത്തശ്ശനും മുത്തശ്ശിയാണ്. കാരണം അവരുണ്ടായതുകൊണ്ടല്ലോ അവരുണ്ടായത്. ദെൻ ലാസ്റ്റ് പിന്നെ ഇന്ത്യ രാജ്യമാണ് ശരിക്കും. കാരണം ഇത് ഇന്ത്യയിൽ നിങ്ങൾ വന്നുകൊണ്ടാണല്ലോ സംഭവം ഉണ്ടായത്. അങ്ങനെ മൊത്തത്തിൽ ഈ ലോകം മൊത്തം തെറ്റായിക്കാരം നമ്മൾ തോൽക്കാൻ കാരണം. അത് തിരഞ്ഞു പോകാതിരിക്കുക ബെസ്റ്റ്. നമ്മൾ തോൽക്കാൻ കാരണം നമ്മൾ കണ്ണാടി നോക്കിയാൽ കാണാൻ പറ്റും, ദാറ്റ് ഈസ് അവർ സെൽഫ്. നമ്മൾ തന്നെയാണ് നമ്മൾ തോൽക്കാൻ കാരണം. ജയിക്കാനും കാരണം നമ്മൾ തന്നെയാണ്. നമ്മളെടുക്കുന്ന മൈൻഡ് സെറ്റായ എവരിത്തിങ്. സോ ഫൈനൽ ഒന്നാണ് കൺസിസ്റ്റൻസി. കളി തീരും വരെ കളിക്കണം. കാര്യം ലോകത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, പ്ലേ ടു വിൻ. ജയിച്ചാൻ വേണ്ടി കളിക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ഷൻ്റെ വിഷയത്തിൽ പറഞ്ഞാലും അത് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഗ്രൗണ്ടിൽ ആരെങ്കിലും ബൂട്ട് കെട്ടി കളിക്കാൻ മര്യാദയ്ക്ക് ഇറങ്ങി മര്യാദയ്ക്ക് കളിച്ചോനല്ലേ കപ്പടിച്ചിട്ടുള്ളൂ. അല്ലാതെ കളി ഗ്രൗണ്ടിൽ വന്ന് ഗാലറിയിൽ കൈയടിച്ച് നമ്മൾ ആരെങ്കിലും ജയിച്ചിട്ടുണ്ടോ? ഇത്രയും കാലം നമുക്കാരും കപ്പ് തന്നിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കണം, എത്ര ഗാലറിക്ക് പോയിട്ടുണ്ട്, എത്ര കളി കാണാൻ പോയിട്ടുണ്ട്. നമ്മൾ ഇന്നേവരെ കപ്പ് ഉയർത്തിയിട്ടുണ്ടോ? കപ്പ് ഉയർത്തിയത് ആരാണ്? ആ കളിച്ചോനാണ്. ബൂട്ട് കെട്ടണം, സിസ്റ്റം പ്രകാരം കളിക്കണം, റഫറിയുടെ നിയമങ്ങൾ പാലിക്കണം, ഫുട്ബോളിലെ എല്ലാ നിയമവും പാലിച്ച് ബെസ്റ്റായിട്ട് എൻഡ് വരെ നിങ്ങൾ ഹാർഡ് വർക്ക് എടുത്ത് കളിച്ചാൽ യു ക്യാൻ ബി സക്സസ്ഫുൾ. ഇത് തന്നെയാണ് ഈ ബിസിനസ്സും. നമ്മളെന്താ പറയുക, ബൂട്ട് വാങ്ങിയിരിക്കണം, പ്രൊഡക്റ്റൊക്കെ വാങ്ങി മൂലക്കെടുത്ത് വെച്ചാണ്. പ്രൊഡക്റ്റ് പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ട്, മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ട്, ഒക്കെ ഒരു മൂലക്കെടുത്ത് വെച്ചാണ്. ഇത് ബൂട്ട് കെട്ടൂല, നമ്മളിട്ട് കളിച്ചില്ല. ഈ ബൂട്ടൊക്കെ കെട്ടിക്കാണ്ടോ നമ്മൾ കളിച്ചാതെ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ കൂടെ നടന്നുകാണ്ട് പോലും നമ്മൾ വിന്നറാകുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ സാധനങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് എടുത്തേക്കാളല്ല, വർക്ക് ചെയ്യാനുള്ളതാണ്. എന്നാലേ തന്നെ അത് കാര്യം കിട്ടുള്ളൂ. സോ ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി. ദ മോർ യു പ്ലേ ദ മോർ യു വിൻ. ദ മോർ യു വിൻ ദ മോർ യു പ്ലേ വെൽ. നീ എത്ര കണ്ട് ബെസ്റ്റായി കളിക്കുന്നുവോ അത്ര കണ്ട് നീ വിൻ ചെയ്യുന്നുണ്ടാവും. എത്ര കണ്ട് നീ വിജയിക്കുന്നുണ്ടോ അത്ര കണ്ട് ബെസ്റ്റായി നീ നല്ല കളിക്കാരനായി മാറുന്നുണ്ടാകും. അങ്ങനെ ബെസ്റ്റ് കളിക്കാരൻ വീണ്ടും ബെസ്റ്റ് വിന്നറായി മാറും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സോ സീരിയസ്ലി നമ്മൾ 100% കൺസിസ്റ്റൻസിയിൽ പോവുക എന്ന് പറയുമ്പോൾ ഇട്ടെറിഞ്ഞു പോയ ഒരാളും ജയിച്ചിട്ടില്ല. നമുക്കൊക്കെ അറിയുന്ന വാക്കാണ്, വിന്നേഴ്സ് നെവർ കിറ്റ് ആൻഡ് കിറ്റേഴ്സ് നെവർ വിൻ. ഇട്ടെറിഞ്ഞോ ജയിച്ചിട്ടില്ല. ഇട്ടെറിയാൻ തോന്നുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ട വാക്ക്, ഇട്ടെറിയാനാണെങ്കിൽ ഇത് ഇപ്പോൾ തുടങ്ങേണ്ട ആവശ്യമില്ല, അല്ല അന്ന് തുടങ്ങേണ്ട ആവശ്യമില്ല, ഇത് പായുന്നതിനെ നിർത്തിക്കൂടായിരുന്നോ? വൈ ഡിഡ് യു സ്റ്റാർട്ട്? നീ പാതി വഴിയിൽ ഇത് ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തോട് ചോദിക്കുക, എന്തിനായിരുന്നു ഇത് തുടങ്ങിയത്? നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട വാക്കാണ്. GTS നല്ല റിസ്ക് എടുത്ത് പോകുന്നുണ്ട്. ലീഡർമാർ NDO വിളിക്കുമ്പോൾ പാഞ്ഞ് മുന്നിൽ വന്നിരിക്കും, പലതും എഴുതും അല്ലെങ്കിൽ എഴുതിനാരി കാണിക്കും, ലീഡറെ സാഗൂതം ശ്രവിക്കുന്ന പോലെ കാണിക്കും. പക്ഷേ ഈ പറഞ്ഞതൊന്നും തലയ്ക്ക് ഏറ്റെടുക്കാതിരിക്കുകയും ഇതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് അതിനേക്കാൾ വലിയൊരു പൊട്ടൻ ജന്മം കൊണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുകയാണ്. പറയുമ്പോൾ പാഞ്ഞു ചെല്ലുന്നു, കേൾക്കുന്ന മാതിരി അഭിനയിക്കുന്നു, 5 തലയ്ക്ക് ഏറ്റെടുക്കില്ല, അല്ലെങ്കിൽ ഏറ്റെടുത്ത സാധനം ചെയ്യൂല്ലെങ്കിൽ പിന്നെ എന്തിനാ കേട്ടത്, എന്തിനാ പോയത്? അപ്പോൾ സീരിയസ്ലി നമ്മൾ ചിന്തിക്കേണ്ടത് മാറ്റർ എന്താണെന്ന് വെച്ചാൽ ഈ കാര്യത്തിൽ നമ്മളാ തീരുമാനം കാണേണ്ടത്. ദെൻ അറ്റ് ദ സെയിം ടൈം നമ്മൾ എവിടെയെങ്കിലും കിറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പദം കൂടി കാത്തു സൂക്ഷിക്കുക. ഏതാണ് ആ പദം? നമ്മൾ കിറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് വെൻ
ഡു യു വാണ്ട് ടു സ്റ്റോപ്പ്? എപ്പോഴെങ്കിലും നിനക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ ദ സെയിം ഡേ ദ സെയിം മൊമെൻറ്റ് സം അതർ വിൽ ജോയിൻ ആൻഡ് ബി ദ ഡയമണ്ട്. നിങ്ങൾ എന്നാണോ ഈ ബിസിനസ്സിനെ ഒഴിവാക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മൊമെൻറ്റ്, ആ സെക്കൻഡിൽ ഒരു മനുഷ്യൻ ജോയിൻ ചെയ്തിട്ട് എന്താകുന്നുണ്ടാകും? അവൻ ഈ ബിസിനസ്സിൽ സക്സസ് ആകുന്നുണ്ടാകും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. ഞാൻ ഇന്ന് ഈ മാർച്ച് ഈ ദിവസം ഈ തീയതി ഞാൻ എന്ത് ചെയ്യാൻ പോകണം? നിർത്താൻ പോകാമെന്ന് വിചാരിക്കുക. ഒരു കുഴപ്പമില്ല. ഇന്ന് വർദ്ധിതമായ വീര്യത്തോടെ അതീവ സന്തോഷത്തോടെ ഒരു മനുഷ്യൻ തൻ്റെ ഗൾഫ് നിർത്തിയിട്ട് ഇന്നാണ്ട് ജോയിൻ ചെയ്യുന്നുണ്ടാകും. അയാൾ ഇതിൻ്റെ അറ്റം കാണുന്നുണ്ടാവും. സോ നമ്മൾ എപ്പോഴും ചിന്തിക്കുക, എവറി ഡേ ഇസ് ദ ന്യൂ ഡേ ഫോർ അസ്. നമുക്ക് വേണ്ടി എല്ലാ ദിവസവും പുതിയ ദിവസമാണ്. സോ നമ്മൾ ആ വിഷയത്തിൽ നോക്കാനുള്ളത്, ബി ദ റിയൽ ബിഗിനർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ലീഡർ. ലീഡറുടെ മുമ്പിൽ നമ്മൾ ബിഗിനർ ആവുക, ആൻഡ് ഡൗൺലൈൻ്റെ മുമ്പിൽ നമ്മളെപ്പോഴും ഒരു നല്ല ലീഡറായി മാറുക, ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആകുന്ന ലീഡറായി മാറുക. അല്ലാതെ നമ്മൾ ഒരുപാട് തത്വജ്ഞാനം ലീഡറോട് പറയേണ്ട ആവശ്യം വരില്ല. ഷാറുഖ് ഖാൻ്റെ SRKയുടെ ഒരു വാക്കുണ്ട്, നെവർ ബി ഫിലോസഫർ അൺടിൽ ബീങ് റിച്ച്. കോടീശ്വരനാകുന്നവരെ നീ ഫിലോസഫി പറയുകയേ ചെയ്യരുത്. കാരണം എൻ്റെ ഫിലോസഫിക്ക് ഒരു വില ഉണ്ടാവില്ല. നേരെ പക്ഷേ നീ കോടീശ്വരനായിട്ട് പൊട്ടത്തരം പറഞ്ഞാലും അത് ഫിലോസഫിയായി മാറുന്നുണ്ടാവും. അതുകൊണ്ട് ഈ ബിസിനസ് അത് സക്സസ് ആയിട്ട് മതി പുതിയ ഫിലോസഫി. സക്സസ് ആവാതെ പറയുന്ന ഫിലോസഫി ഒരു മുറിയിൽ എടുത്തു വെക്കാനേ പറ്റും. അതുകൊണ്ട് ഗോ ഫോർ യുവർ ഡ്രീംസ്. സ്വപ്നങ്ങൾക്ക് വേണ്ടി യാത്രയാവുക. 2025 ദ ഗോൾഡൻ ഇയർ ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ഒരു സംശയം വേണ്ട. ഗവൺമെൻറ് സീരിയസ് ആണ്, സമൂഹം സീരിയസ് ആണ്, നല്ല സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, ബെസ്റ്റ് ടൈം വന്നിട്ടുണ്ട്. 18 മില്യൺ യുവാക്കളാകുന്ന കരിയർ ഇതാകാൻ പോകുന്നുണ്ട്. യൂണിവേഴ്സിറ്റി തലത്തിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ചർച്ച തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്, പാഠ്യപദ്ധതിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് സക്സസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ഗ്രൗണ്ട് ഒന്ന് പോസിറ്റീവാണ്. നമ്മുടെ ബെസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല വിജയങ്ങൾ നേർന്നുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ MC നടത്തിയ ഷമീറ ബീഗത്തിന് ഹൃദ്യമായ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞിട്ട്, ഇന്ന് ഈ ബിസിനസ്സിൽ RTC ആയി നിൽക്കുന്നതെങ്കിൽ ആഗ്രഹം ഒന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ മാസം ഷവ്വാലിൻ്റെ പൊന്നമ്പിളി വാനലോകത്ത് തൻ്റെ പ്രധാനപ്പെട്ട വെളിച്ചം വീശുന്നുവെങ്കിൽ ആ നാളുകൾക്ക് മുന്നേ MI ലൈഫ് സ്റ്റൈലിൻ്റെ ചക്രവാളത്തിൽ ഇസ്മായിൽ എന്ന വ്യക്തിയുടെ NTC ഉദിക്കണ എന്ന പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കേട്ട എല്ലാവർക്കും നന്ദി നേർന്നുകൊണ്ട്, ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വലിയ വലിയ സക്സസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് അടിവരയിട്ട് എല്ലാ ലീഡർമാരും ഒരുമിച്ച് നിങ്ങളെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. ജീവിതത്തിൽ ഒരു വലിയ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റാണ് ഈ നിൽക്കുന്നത്. ദൈവം കനിഞ്ഞേകിയ ഒരു സാധനമാണ്. അതൊരിക്കലും നിങ്ങൾ അപ്ലൈൻ തന്നതല്ല, ഡൗൺലൈൻ തന്നതല്ല, നിങ്ങൾക്ക് വഴിയോരത്തുനിന്ന് കിട്ടിയതല്ല. നിങ്ങൾക്കായി എഴുതി വെച്ചൊരു സൗഭാഗ്യം ഇതിനകത്തുണ്ട്. ദാറ്റ് ഈസ് യുവർ ട്രംപ് കാർഡ്. നിങ്ങളുടെ വിജയത്തിൻ്റെ കാർഡാണ് കയ്യിൽ കിട്ടിയത്. കളയരുത്. അടിച്ച ലോട്ടറിയാണ്. വെയിറ്റ് ചെയ്താൽ മതി. നാളെ മറ്റന്നാളെ കാശ് കിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. അടിച്ച ലോട്ടറിയാണ്. ഇതിന് അടിക്കാത്ത ലോട്ടറി അല്ല. സോ വെയിറ്റ് ഫോർ ഇറ്റ് ആൻഡ് ബെസ്റ്റ് വിഷസ്. ഗോഡ് ഐ മീൻ താങ്ക് യു. ലവ് യു ഓൾ.